നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ സി പി ജോൺ. നമസ്കാരം. പതിറ്റാണ്ടുകൾ നീണ്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആദ്യം CPM-ലൂടെ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുന്നു. പിന്നീട് CPM-ൻ്റെ യുവജന വിഭാഗം നേതാവ്, അവിടെ നിന്ന് CMP-യിലേക്ക് വഴിപിരിഞ്ഞു പോകുന്നു. ഒടുവിൽ MP രാഘവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമൊക്കെയായി നേരെ UDF മുന്നണിയിലേക്ക് കടന്നു വരുന്നു. UDF മുന്നണിയിലെത്തി അങ്ങ് വേറിട്ട ഒരു രാഷ്ട്രീയ ശൈലി കേരളത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഒന്ന്, രാഷ്ട്രീയത്തെ ഒരു ബൗദ്ധിക നിലവാരത്തിലേക്ക് ഉയർത്തുന്നു. മറുവശത്ത് രാഷ്ട്രീയത്തെ ഗൗരവമായ ഒരു അക്കാദമിക് സബ്ജക്റ്റായി അങ്ങ് കാണുന്നു. സാധാരണ പൊതുപ്രവർത്തനത്തിനപ്പുറം രാഷ്ട്രീയത്തിന് ചില മാനങ്ങളുണ്ട് എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തിയ അങ്ങയുടെ ഇന്നലകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒരു അന്വേഷണാത്മക രീതിയിൽ ചോദിക്കണമെന്ന ആഗ്രഹം. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതിൽ പിന്നെ എന്തായിരുന്നു ഒരു പൊതുപ്രവർത്തനത്തെക്കുറിച്ചുള്ളൊരു ധാരണ? അതോ CPM-ൻ്റെ അക്കാലത്തെ ഒരു അടിമയായി അങ്ങ് മാറിയിരുന്നു? ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പാർട്ടിയുടെ സ്വാധീനങ്ങൾ ഏതൊരു പ്രവർത്തകനും ഉണ്ടാവുമല്ലോ. അതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തിരഞ്ഞെടുക്കുന്നത് എമർജൻസിയുടെ പശ്ചാത്തലത്തിൽ. അതിനു മുൻപ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. അതായത് SFI ആയിട്ട് രൂപീകരിക്കുന്ന 70 ഡിസംബർ. ഇപ്പോൾ 71 ജൂണിലാണല്ലോ ആദ്യത്തെ മത്സരം. ആ തിരഞ്ഞെടുപ്പിൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ SFI സ്ഥാനാർത്ഥിയാണ്. 71 എന്ന് പറയുമ്പോൾ കഷ്ടിച്ച് 15 വയസ്സ് ആയിട്ടില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് SFIയോടൊരു അഭിനിവേശം ഉണ്ടായിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ അങ്ങനെ വന്ന് പെട്ടെന്ന് നമ്മൾ കോളേജിലൊക്കെ പോയി സജീവമായി. എപ്പോഴും SFI ഒരു നിർണായക ശക്തി പോലും അല്ല, രാഷ്ട്രീയപരമായ അഭിനിവേശമായി അല്ല, ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക്. ഇപ്പം ഞാൻ പഠിച്ച ശ്രീകൃഷ്ണ കോളേജിൽ എൻ്റെ ഓർമ്മ പറയുകയാണെങ്കിൽ 72-74 ഞാൻ ശ്രീകൃഷ്ണ കോളേജിൽ പഠിച്ചത്. അപ്പോൾ SFIയുടെ സജീവ പ്രവർത്തകനാണ് ഞാൻ, സജീവ പ്രവർത്തകൻ. അപ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു സ്ഥാനാർത്ഥിയെ നിർത്തി. എനിക്കിപ്പോഴും പേര് ഓർമ്മയുണ്ട്, രവീന്ദ്രൻ. പിന്നീട് അദ്ദേഹം ഒരു പോസ്റ്റ്മാനായി. ആ ഒരു സ്ഥാനാർത്ഥിയെ ഒന്ന് ജയിപ്പിക്കണം. അദ്ദേഹം എന്നല്ല, ആരും ജയിച്ചില്ല. KSU 2 പാനലായിട്ട് മത്സരിച്ചത്. ഒന്ന് MA ജോണിൻ്റെ പരിവർത്തനവാദി KSUവും ഒഫീഷ്യൽ KSU. അവർ രണ്ടാളും ജയിച്ചു. ഒരു ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് പോലും SFI കിട്ടി ജയിച്ചില്ല. ഇത് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും വിശ്വസിക്കും. അന്നാണ് ഞാൻ MM ഹസനെയൊക്കെ കാണുന്നത്. VM സുധീരൻ, MM ഹസൻ ഒക്കെ ഞങ്ങളുടെ കോളേജിൽ വരും. C ഭാസ്കരനാണ് SFIയുടെ നേതാവ്. അദ്ദേഹം വരുമ്പോൾ മറ്റവർ വരുന്ന പോലുള്ള ആളൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ നട്ടുച്ചയ്ക്ക് അവിടെ പോയി അദ്ദേഹത്തിൻ്റെ പ്രസംഗം വെയിലത്ത് ഇരുന്ന് കേൾക്കുക, ഇരിക്കുക. എനിക്കിന്നും ഓർമ്മയുണ്ട് ആ ഡേറ്റ്, അല്ലെ ആ ദിവസം. അപ്പം അങ്ങനെ വളരെ ശോചനീയമായൊരു സംഘടനാ ശക്തിയാണെങ്കിലും സംഘടനാ പ്രവർത്തനം സജീവമാണ്. അന്ന് വിയറ്റ്നാം യുദ്ധത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ മിക്ക ദിവസവും ഉണ്ടാവും, എന്തെങ്കിലും ഒരു പരിപാടി. ഒന്നുമില്ലെങ്കിൽ വിയറ്റ്നാം ദിനം, അങ്ങനെ ഉള്ളൊരു കാലം. അത് കഴിഞ്ഞ് ഞാൻ വളരെ സജീവമായിരുന്നു രാഷ്ട്രീയത്തിൽ. അതുപോലെ NCC സർജൻ്റ്, പിന്നെ സ്പോർട്സിൽ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ സമ്മാനങ്ങളൊക്കെ നേടുക, സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയി കളിക്കുക. ത്രോസ്, ഞാനന്നും കുറച്ചൊരു തടിയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ജൂനിയർ ടീമിൽ ഞാൻ കളിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂടി ആയപ്പോൾ എനിക്ക് മാർക്കുകളൊക്കെ കുറച്ച് കുറഞ്ഞു. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അടുത്ത് പിന്നെ സയൻസിനൊക്കെ മാർക്കൊക്കെ ഉണ്ട്. എന്നാലും മൊത്തത്തിൽ എൻ്റെ നാട്ടിലെ ഒന്നാമനായിരുന്നു ഞാൻ സ്കൂളിൽ. എനിക്ക് സമ്മാനമെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കേട്ടാൽ ചിരി വരും. 51 രൂപ അക്കാലത്ത്. അന്നത്തെ 51 രൂപയ്ക്കൊരു വിലയുള്ളതുകൊണ്ടാണല്ലോ അവർ തരുന്നത്. ഒരു ക്ലബ്ബ് ഏർപ്പെടുത്തിയ സമ്മാനം. അന്ന് ഫസ്റ്റ് ക്ലാസ് ഒന്നും ആർക്കും കിട്ടില്ല. കുറച്ച് പേർക്കേ ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് കിട്ടിയവർക്കൊക്കെ വലിയ എന്തോ ഒരു കാര്യം പോലെയാണ്. ഇപ്പോൾ അതിനേക്കാൾ എത്രയോ അധികം പേർക്ക് ഇപ്പോൾ A+ ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നു എനിക്ക്. അതിരിക്കട്ടെ.
അപ്പോൾ പിന്നീട് അപ്പോൾ പഠിത്തത്തിലൊന്ന് പുറകോട്ട് പോയപ്പോൾ അമ്മ ഹെഡ് മിസ്സസ് ആയിരുന്നു സ്കൂളിൽ. അപ്പനപ്പം റിട്ടയർ ചെയ്ത് മധ്യപ്രദേശ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് വീട്ടിൽ അഗ്രികൾച്ചറിൻ്റെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. അവിടുത്തെ അമ്മയാണ് ഇതിൻ്റെയൊക്കെ ശിക്ഷണ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം ഇനി അവിടെ പഠിക്കണ്ട, സെൻറ് തോമസിൽ തൃശ്ശൂർ പഠിച്ചാൽ മതി. ആദ്യം തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെൻറ് തോമസിൽ പോകാനാണ് തീരുമാനം. ഏട്ടനൊക്കെ അവിടെയാണ് പഠിച്ചത്. അപ്പം അന്ന് സമരമായതുകൊണ്ടാണ് ഈ ശ്രീകൃഷ്ണയിൽ പോയത്. ഏത് മാനേജ്മെൻറ്റ് സമരം, കത്തലിക് മാനേജ്മെൻറ്റ് സമരത്തിൽ ഏർപ്പെട്ടല്ലോ, കോളേജ് തുറന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ശ്രീകൃഷ്ണ. പക്ഷേ ശ്രീകൃഷ്ണ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അവിടുത്തെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടൊക്കെ വളരെ ഗോപാലകൃഷ്ണൻ സാർ എന്ന് പറയും. എനിക്ക് അദ്ദേഹത്തിൻ്റെ ലാബൊക്കെ തുറന്നു തരുമായിരുന്നു. സയൻസ് ടാലൻറ്റ് പരീക്ഷ എഴുതുക, അങ്ങനെയൊക്കെയുള്ള എല്ലാം ഒരു ഓൾറൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കേരള ഓർമ്മയിൽ ചേർന്നു. കേരള ഓർമ്മയിൽ ചേർന്നപ്പോൾ സെൻറ് തോമസിലേക്ക് മാറിയില്ല. സെൻറ് തോമസിലേക്ക് കാർഡ് വന്നില്ല. ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് കിട്ടുമൊന്നുമില്ല. പിന്നെ നല്ല കോമ്പറ്റീഷനാണ്. അപ്പോൾ അവിടെ പോയി ചേർന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഇനി നീ അവിടെ പഠിക്കണ്ട. അപ്പോൾ സെൻറ് തോമസിന് പെട്ടെന്ന് തന്നെ കാർഡ് വന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ കേരള ഓർമ്മയിൽ നിന്നാൽ മതി, കാരണം SFI അവിടെയാണ്. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു നീ അവിടെ പഠിക്കണ്ട. പട്ടാമ്പി കോളേജിൽ വലിയ സംഘടന ഉണ്ടായി. സെയ്താലി എന്ന് പറയുന്ന ഒരു SFI പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ആദ്യമായിട്ടാണ് കൊല്ലപ്പെടുന്നത് ക്യാമ്പസിൽ. സെൻറ് തോമസിൽ പോയാൽ മതി. അപ്പോൾ അന്ന് 150 രൂപ നഷ്ടമായി. ഈ അവാർഡ് കിട്ടുന്ന 51ആണെങ്കിലും ചേരാൻ 150 രൂപ വേണമെന്ന് എൻ്റെ ഓർമ്മ. എന്നാലും അവിടെ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഉണ്ടായത് എന്താണെന്ന് പറഞ്ഞാൽ എമർജൻസി പ്രഖ്യാപിച്ചു 75. അപ്പോൾ എമർജൻസി വന്നപ്പോൾ എല്ലാവരുടെയും സ്വഭാവം മാറി. അപ്പോൾ ആദ്യത്തെ വർഷം ഞാൻ വളരെ അച്ചടക്കമുള്ള കുട്ടിയായി ക്ലാസ്സിൽ പോവുക, വരിക, വീട്ടിൽ വരിക, കാരണം ഒരു നല്ല നടപ്പാണ്. സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് എമർജൻസി പ്രഖ്യാപിച്ചത്. ജൂണിലാണല്ലോ. അപ്പോൾ എന്നിലെ ഈ വിപ്ലവം ജ്വലിച്ചു ഉണർന്നു, ജനാധിപത്യവാദി ഉണർന്നു. ഞാൻ ആരോടും വേണ്ടിയില്ല. ഞാൻ നേരെ പോയി മെമ്പർഷിപ്പ് എല്ലാം പുതുക്കി. അപ്പോൾ എനിക്കൊരു 3 രൂപയുടെ കൂപ്പൺ, TK പ്രസാദ് എന്ന് പറയും, TK കൃഷ്ണൻ MLA ചേട്ടൻ്റെ മകന്, 3 രൂപയുടെ കൂപ്പണും മെമ്പർഷിപ്പ് തന്നു, പുസ്തകവും. അപ്പോൾ എൻ്റെ പേരൊക്കെ അവിടെ അറിയാം. 3 രൂപയുടെ കൂപ്പൺ എന്ന് പറയുന്നത് ഇങ്ങോട്ട് തരുവാണോ? ഇങ്ങോട്ട് തന്നിട്ട് നമ്മളത് കളക്ട് ചെയ്ത് കൊടുക്കണം. പണം സംഘടിപ്പിച്ചു കൊടുക്കണം. ആ കൂപ്പൺ എന്നെ ഏൽപ്പിച്ചു. കാരണം ഞാനൊരു പണ്ടേ പ്രവർത്തകനാണെന്നറിയാമല്ലോ, കത്തൊക്കെ വന്നിട്ടുണ്ടല്ലോ അവിടെ. എന്തിനു പറയുന്നു, ഞാൻ പെട്ടെന്ന് തന്നെ വിത്തിൻ എമർജൻസി തന്നെ ഞാൻ താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി, ജില്ലാ കമ്മിറ്റി മെമ്പറായി. അപ്പോൾ നിലവിലുള്ള പലരും വിഡ്രോ ചെയ്തു. അപ്പോൾ അതിലൊരാൾ രവീന്ദ്രനാഥ് എന്ന് പറയും, ഇപ്പോൾ റിട്ടയർ ചെയ്ത് സഹകരണ രംഗത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പിന്നെ EK മേനോൻ, പിന്നീട് MLA ആയി, ജയിലിൽ പോയി. അപ്പോൾ രവി പറഞ്ഞു എനിക്ക് വീട്ടിൽ ഉണ്ടൽ പ്രശ്നമല്ലേ, അച്ഛനും മോനും കൂടെ ജയിലിൽ പോകാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങൾ രവി വർക്ക് ചെയ്യണ്ട, അപ്പോൾ ഞാനുണ്ടല്ലോ. അപ്പോൾ ഞാനെന്തോ ഒരു മുൻകൂട്ടി ഇതൊക്കെ കണ്ട പോലെ ഇറങ്ങി തിരിച്ചിരിക്കുക. എന്തിനു പറയുന്നു സ്വയം തന്നെ, ഞാൻ പിന്നെ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ അങ്ങ് തലയ്ക്ക് പിടിച്ചു. അപ്പോൾ ബാർക്കിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം, ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ. അപ്പോൾ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജ് എന്ന് പറയുന്നത് പ്രശസ്തമായ കോളേജാണ്. PMS അച്യുതമേനോനൊക്കെ പഠിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ഭയങ്കര സ്റ്റുഡിയസ്. ഇപ്പോഴും അതെ, കുട്ടികളൊക്കെ ഒരു ജനുവരി കഴിഞ്ഞാൽ പിന്നെ പഠിത്തമല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ അവിടെയൊക്കെ മാത്തമാറ്റിക്സിനൊക്കെ വാല്യൂ ചെയ്തിട്ട് സാർമാർ ഹാഫ് ഇയർലി പരീക്ഷയെ കൊടുക്കുന്നത് 100-ൽ 150 മാർക്ക്, 200 മാർക്കിൻ്റെ ചോദ്യം ഇടും. അപ്പോൾ ഈ കുട്ടികൾ മത്സരിക്കുന്നത് എന്തിനാ അറിയാം, 200 കിട്ടാൻ വേണ്ടിയാണ്, 100 കിട്ടാനല്ല. അപ്പോൾ 100 ഒരു പാസ് മാർക്കാണ്. അപ്പോൾ അവിടെ 100-ൽ 100 മാർക്ക് പഠിക്കണം. അങ്ങനത്തെ ഒരു കോളേജ്. അവിടെ ഞാൻ ഫിസിക്സിലൊക്കെ സാമാന്യം നല്ല മാർക്ക് തന്നെ വാങ്ങിയിരുന്നു. പലപ്പോഴും 1-2 സ്ഥാനങ്ങളൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ തലയിൽ രാഷ്ട്രീയം കയറിയില്ലേ. ഫൈനൽ പരീക്ഷയൊക്കെ എഴുതിയോ? പരീക്ഷയൊക്കെ എഴുതി, ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു, കിട്ടി. പിന്നെ പിന്നീടുള്ള ഒരു
ഒരിക്കലും ഞാനൊരു പരീക്ഷ എഴുതാതിരുന്നിട്ടില്ല. പരീക്ഷയ്ക്ക് എഴുതി നല്ല മാർക്കെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട മാർക്കല്ല എങ്കിലും ഫസ്റ്റ് ക്ലാസ്സിൽ കുറഞ്ഞൊരു മാർക്കിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. കിട്ടി എനിക്ക്. അപ്പോൾ LLBക്ക് പോകണം. അത് വീട്ടിലൊരു വലിയ ബോംബായിരുന്നു. ഒന്നുകിൽ MSCക്ക് പോവുക, അല്ലെങ്കിൽ അതുപോലത്തുള്ള കാര്യങ്ങൾക്ക് പോവുക എന്നല്ലാതെ ആർട്സ് വക്കീലാകാൻ താല്പര്യമില്ല. അല്ല, അങ്ങനെ ആർട്സ് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. സയൻസ് ആർട്സിനേക്കാളും കേമമാണെന്നുള്ളൊരു ബോധ്യമാണ് നമ്മുടെയൊക്കെ ആ വീടുകളിലൊക്കെ ഉള്ളായിരുന്നത്. പഠിക്കുന്നവരൊക്കെ സയൻസ് പഠിക്കണം. അപ്പോൾ എനിക്ക് എൻജിനീയറിങ്ങിനും കിട്ടുമായിരുന്നു BSc കഴിഞ്ഞപ്പോൾ. ഏട്ടൻ എൻജിനീയറാണ്, മോഹൻ. അപ്പോൾ എൻജിനീയറിങ്ങിനും കിട്ടും. അന്ന് BSc കഴിഞ്ഞിട്ട് MBBSനും എൻജിനീയറിങ്ങിനും പോകുമായിരുന്നു ആളുകൾ. ഇപ്പം എൻ്റെ സഹോദരി തന്നെ BSc MBBS ആണ്. അന്ന് BSc കഴിഞ്ഞാലും MBBSന് പോകും. കുറേ ആളുണ്ട് അങ്ങനെ. അതിന് കോട്ടയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻജിനീയറിങ് കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ പോയില്ല. ഞാൻ ജ്വരം കയറിയിട്ട് കോഴിക്കോട് ലോ കോളേജ് ചേർന്നു. അവിടെ കൊണ്ട് പിന്നെ എല്ലാം തീരുമാനമായി. കോഴിക്കോട് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. കോഴിക്കോടിന് എന്നെ ഇഷ്ടപ്പെട്ടു. പുതിയൊരു നഗരത്തിലേക്ക് പറിച്ചു നടപ്പെട്ടു. എനിക്ക് പണ്ടേ അവിടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. എൻ്റെ നമ്മൾ പേഴ്സണൽ സ്റ്റോറി പറയുന്നതുകൊണ്ട് പറയാണ്. എൻ്റെ അപ്പന് ഇപ്പം ജീവിച്ചിരുന്ന 115-120 വയസ്സിന് താഴെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇളയമ്മ തന്നെ അവിടെ കോഴിക്കോടാണ് പഠിച്ചത്. സ്കൂളിൽ 8ാം ക്ലാസ്സിൽ. അന്ന് 7ാം ക്ലാസ് വരെ കുന്നംകുളത്ത് പഠിത്തമുള്ളൂ. അപ്പോൾ അവരുടെയൊക്കെ വീട്ടിലൊക്കെ ഞങ്ങൾ പോവും. അപ്പോൾ കോഴിക്കോട് അവർ ഡോക്ടർമാരൊക്കെയാണ്. ഡോക്ടർ ഹെർമൻ എന്ന് പറയും. അപ്പോൾ അവർക്കൊക്കെ എനിക്ക് കോഴിക്കോടൊക്കെ നല്ല പരിചയമാണ്. കുട്ടി എന്നുള്ള എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതൊന്നുമല്ല, ആ കോഴിക്കോടൊന്നുമല്ല. രാഷ്ട്രീയ കോഴിക്കോട് വേറെയല്ലേ. അവിടെ പാർട്ടി ഓഫീസിൽ താമസവും ചുമരെഴുത്തും അടിപിടിയും സംഘർഷഭരിതമായ അന്തരീക്ഷവും. എനിക്ക് കോഴിക്കോടിനെ ഇഷ്ടമായി, കോഴിക്കോട് എന്നെ ഇഷ്ടമായി. അങ്ങനെ രാഷ്ട്രീയ ഹരം പിടിപ്പിക്കുകയായിരുന്നു. ഹരം എന്നുള്ളത് കോഴിക്കോട്ടുകാരുടെ ഭാഷയാണ്. ഹരം പിടിച്ചു. അവിടെ പിന്നെ SFIയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റായി. അന്ന് ഈ പ്രസിഡൻ്റായി വെട്ടും കുത്തും കൊലപാതകവും ഒക്കെ കണ്ണൂർ കോഴിക്കോട് മേഖലയിൽ സാധാരണയായി നടന്നിരുന്നില്ലേ ആ കാലഘട്ടത്തിൽ? കണ്ണൂരുള്ള പോലെ കോഴിക്കോടില്ല. കോഴിക്കോടിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ, അത് ഇന്നത്തെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ പ്രശ്നബാധിത മേഖല എന്ന് പറഞ്ഞാൽ വടകര, കണ്ണൂർ, കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലങ്ങളാണ്. എന്നാൽ ഈ കൊയിലാണ്ടി, ബാലുശ്ശേരി, പേരാമ്പ്ര അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ശാന്തമായ സ്ഥലങ്ങളാണ്. ആ ഏരിയ ഒന്നും. പിന്നെയുള്ള ബേപ്പൂരാണ് കുറച്ച് സംഘർഷം അന്നുണ്ട്. കോഴിക്കോട് ടൗണിൽ അങ്ങനെ ഈ കൊലപാതകത്തിലേക്ക് നീങ്ങുന്ന സംഘർഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കണ്ണൂരിലെ സംഘർഷങ്ങൾക്കെല്ലാം കോഴിക്കോടാണ് അതിൻ്റെ ഒരു പ്രഭാവമല്ല, ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ മോട്ടോർ സൈക്കിൾ ഓടിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് കർശനമായിട്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പാടില്ല. പിന്നെ ഞാൻ മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ടില്ല, 2 വീലർ ഓടിച്ചിട്ടില്ല. അപ്പം അന്ന് അങ്ങനത്തെ ചില നിയമങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകി നടക്കുമ്പോഴൊക്കെ ഒറ്റയ്ക്കൊന്നും നടക്കാൻ പാടില്ല, ഒരു കൂട്ടമായി 2-3 ആൾ വേണം. അങ്ങനെ കോഴിക്കോടിൻ്റെ ഒരു രാഷ്ട്രീയ പിതൃത്വം MK കേളു എന്നൊക്കെ പറയുന്ന കേളുവെട്ടനൊക്കെ അവരുടെ കൂടെയൊക്കെ. ഈ അടുത്ത കാലത്തൊരു വലിയ കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ CP ജോൺ എന്ന വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് അങ്ങയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കമൻറ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് CP ജോണിന് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അറിഞ്ഞയാളിങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ CPMൻ്റെ എല്ലാ രഹസ്യങ്ങളും ഹൃദയത്തിൽ സൂക്ഷിച്ച ആളാണ്. പിന്നീട് UDFിലേക്ക് കടന്നു വന്നിട്ടും അദ്ദേഹം ആ കാലഘട്ടത്തെക്കുറിച്ച് ഒരുവിധ വെളിപ്പെടുത്തലുകൾ നടത്തിയില്ല. ആ രഹസ്യം അദ്ദേഹത്തിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതിനെ ഒരു രാഷ്ട്രീയ കരുവാക്കുകയോ ആ രഹസ്യങ്ങൾ വീണ്ടും പൊതുമധ്യത്തിലേക്ക് പറയുകയോ ചെയ്തിട്ടില്ല എന്നൊക്കെ വളരെ താഴ്ന്ന പണിയല്ലേ. അല്ല, അതിൽ ഞങ്ങളുടെ ഒരു ട്രെയിനിങ് അതല്ല. ഞങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് പറഞ്ഞാൽ, സമുന്നതരായ നേതാക്കന്മാരോടൊപ്പം അവരുടെ ട്രെയിനിങ്ങിൽ, സമശീർഷരായിട്ടല്ല, അവരുടെ ട്രെയിനിങ് കിട്ടി എന്നുള്ളതും
പിന്നെ എന്തിനെയാണ് നമ്മൾ ആസ്വദിക്കേണ്ടത്, നമ്മൾ പ്ലഷർ പ്രിൻസിപ്പിൾ എന്താണ്? പക്ഷെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അതിൽ കുറേയധികം ക്രൂരതയൊക്കെ അടങ്ങിയിട്ടില്ലായിരുന്നോ അന്നത്തെ പ്രവർത്തന രീതിയുമായി തട്ടിച്ച് നോക്കുമ്പോൾ? തീർച്ചയായിട്ടും CPM-ലെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് വളരെ സംഘർഷഭരിതമായൊരു അന്തരീക്ഷമായിരുന്നു ആ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് RSS-ഉമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ, അതുപോലെ തന്നെ കോൺഗ്രസുമായിട്ടും ഏറ്റവും അത് എമർജൻസി ആശയപരമായ എതിർപ്പിനപ്പുറം പലപ്പോഴും ആയുധമെടുക്കുന്ന ഒരു ശൈലി. അല്ല, ആയുധം രണ്ടു കൂട്ടരും എടുത്തിരുന്നു. CPM മാത്രമല്ല, എല്ലാവരും എടുത്തിരുന്നു. അപ്പം അതിൽ പിന്നീട് അത് അവസാനം വരെ എടുത്തത് ആരാന്നുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. പക്ഷേ ആയുധം എടുക്കുക എന്നുള്ളതൊരു നല്ലതാണോ? ഇപ്പം നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഇപ്പം നിർത്തിയില്ലേ? ഇപ്പം 5-10 കൊല്ലമായിട്ട് ആയുധം ഉപയോഗിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തി. അന്ന് അങ്ങേക്ക് കിട്ടിയ ഒരു ട്രെയിനിങ്ങും ഇത്തരത്തിലായിരുന്നു, ആയുധം എടുക്കണം എന്ന് തന്നെയായിരുന്നു. അല്ല, ആയുധം എടുക്കണം, സ്വയം എടുത്തില്ലെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് എടുപ്പിക്കണം എന്നൊക്കെ. അല്ല, അതിപ്പോൾ സ്വയമാണോ അല്ലേ എന്നുള്ളതിന് വലിയ പ്രസക്തിയില്ല. ഒരു രാഷ്ട്രീയ സംഘർഷം ഉണ്ടായാൽ അതിൽ നിന്നും ഒളിച്ചു പോകുന്നത് ഒരു ഭീരുത്വമാണെന്നുള്ളൊരു ബോധം, അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നു. കാരണം ഒരു പ്രസ്ഥാനത്തിന് നേരെ ഒരു സംഘർഷം വന്നാൽ, ഇപ്പോൾ CMB ആവട്ടെ, CMBയെ പോലെ ആക്രമിക്കപ്പെട്ട ഒരു പാർട്ടിയുണ്ടോ? മറുവശത്ത് CPM ആയിരുന്നു. CPM അല്ല, X or Y. ഒരാൾ വടിയെടുത്ത് തലയ്ക്കടിക്കുമ്പോൾ ഏത് വടി കൊണ്ട് അടിച്ചെന്ന് ഈ തലയ്ക്കറിയില്ലല്ലോ. അത്രയും കൂടെ നമ്മളെ ബുദ്ധിമുട്ടിയത്. പക്ഷേ അങ്ങനെ സംഘർഷിതഭരിതമായൊരു അന്തരീക്ഷത്തിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഞാനൊരു നല്ല കുട്ടിയാണ്, ഞാൻ അങ്ങനെയൊന്നുമല്ല, അങ്ങനെ ഞാൻ നിന്നിട്ടില്ല. അക്കാലത്തെ കോഴിക്കോട്ട് ജീവിതത്തിൽ മറക്കാനാവാത്ത ഇത്തരം എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഓർമ്മയിലുണ്ടോ? മീനിങ് ഏതെങ്കിലും ഇത്തരത്തിലുള്ള കൊടും ക്രൂരതകളുടെ ഒരു ചിത്രം മനസ്സിൽ? ഞാൻ പറഞ്ഞില്ലേ, കോഴിക്കോട് അങ്ങനെ കൊടും ക്രൂരതകൾ. കണ്ണൂരിലേക്കൊക്കെ അക്കാലത്ത് യാത്രയുണ്ടോ? കണ്ണൂർ നമ്മുടെ ഒരു സ്ഥലമല്ലേ. ഞാൻ SFIയുടെ പ്രസിഡൻ്റായല്ലോ. അതായത് 78-ൽ തന്നെ ഞാൻ സെനറ്റ് സിൻഡിക്കേറ്റ് അംഗമായി. എനിക്കന്ന് 21 വയസ്സേ ഉള്ളൂ. പിന്നെ അതിലേക്ക് കൊണ്ടുവരുന്നത് ബാലനാണ്, K. ബാലൻ ആണ് സെനറ്റിലുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ സണ്ണി ജോസഫ് ഇല്ലേ, സണ്ണി ജോസഫാണ് സിൻഡിക്കേറ്റ് മെമ്പറായത്. ഞങ്ങൾ ഒരേ ലോഡ്ജിൽ താമസിച്ചവരാണ്. ഒരേ ലോഡ്ജ് എന്ന് പറഞ്ഞാൽ അപ്പുറമുള്ള മുറികൾ, എല്ലാവരുടെയും മുറി നോക്കി പൂട്ടമൊന്നുമില്ല, എല്ലാവരും കോളേജുകാരല്ലേ, അത്രയാണ്. പക്ഷേ എന്നെക്കാളും 4-5 വയസ്സ് കൂടുതലുണ്ട്. അപ്പോൾ സണ്ണി കഴിഞ്ഞിട്ട് ഞാനാണ് ആയത് സിൻഡിക്കേറ്റ് മെമ്പറായത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കണ്ണൂർ കാസർഗോഡൊക്കെ ധാരാളം യാത്ര ചെയ്യും. അന്ന് പാട്യം ഗോപാലനാണ് സെക്രട്ടറി. അദ്ദേഹം മരിച്ചപ്പോഴാണ് പിന്നെ ചടയൻ ഗോവിന്ദനായത്. അവരൊക്കെ നേരിട്ടാണ് ഈ സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പൊക്കെ നടത്തുന്നത്. എന്നെ കമ്മിറ്റിയിലേക്കൊക്കെ വിളിച്ചിരുത്തി കൃത്യമായി ആരൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതൊക്കെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാലൊരു സംഭവമാണത്. കാസർഗോഡ് കൂടെ ചേർന്നതാണ്. അതെ. അപ്പോൾ ഞാനവിടെ താഴെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് അവിടെ ഓഫീസ് സെക്രട്ടറി ഉണ്ട്, എന്നോട് വന്നിട്ട് പറഞ്ഞ് മുകളിലേക്ക് വിളിക്കുന്നു. ഞാൻ എന്ത് പുലിവാലാണ്. അപ്പോൾ ചടയനാണ് സെക്രട്ടറി. അപ്പോൾ AV കുഞ്ഞമ്പു, പിണറായി വിജയൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് അതിലത്തെ മെമ്പർ. പിണറായി വിജയൻ തലപ്പൊക്കമുള്ള നേതാവ് തന്നെ, സെക്രട്ടേറിയറ്റ് മെമ്പറാണല്ലോ, കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ. സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടില്ല. അപ്പോൾ അന്നും പിണറായിയെ സഖാക്കൾക്ക് ഭയമായിരുന്നു എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഭയം എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു സ്വഭാവക്കാരനാണല്ലോ. പെട്ടെന്ന് ഒരു ദേഷ്യമൊക്കെ വരും. ഞാൻ അങ്ങനെ അടുത്തരിച്ചപ്പെട്ടിട്ടില്ലെങ്കിൽ നന്നായിട്ട് എന്നോടും ഒരിക്കലും ദേഷ്യപ്പെട്ടൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഒരു ടാസ്ക് മാസ്റ്ററാണ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവിടെ വിളിച്ചിരുത്തി, നമ്മളെ മേശയ്ക്ക് ചുറ്റിരുത്തി സംസാരിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു എന്താ പറയണ്ടേ, ഒരു കൊച്ചു പയ്യനല്ലേ. പക്ഷെ അപ്പോൾ അവരുടെ ഗൗരവമായ രീതി ഞാൻ ശ്രദ്ധിച്ചു. ഒരു സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ SFI ജയിക്കണമെന്നുള്ള സർക്കുലർ പാർട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ വിളിപ്പിക്കുന്നത്. അപ്പോൾ ആരോടാണോ സംസാരിക്കേണ്ടത്, അയാൾ വലിയ ആളാണോ ചെറിയ ആളാണോ എന്ന് അവർക്കില്ല. ആരെയാണോ സംസാരിക്കേണ്ടത് അവരോട് സംസാരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ വ്യക്തമായി, അവന് സഹാവിന് പോവാം.
അജണ്ട കഴിഞ്ഞു. ആ കാലഘട്ടത്തിൽ MVR സജീവം. പിന്നെ MVR ആണല്ലോ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു ക്യാപ്റ്റൻ. അപ്പോൾ MVR അവിടുന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനം കഴിഞ്ഞിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് വന്ന് ഓൾ കേരള അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഷാഡോ കണ്ണൂരിൽ എപ്പോഴും ഉണ്ട്. MVR എന്നുള്ളത് അവിടെ ഒരു എന്താ പറയുക ഒരു ശ്രുതിയാണ്. അന്ന് ഈ MVRനെ പിണറായിയെ നമ്മൾ താരതമ്യം ചെയ്താൽ എന്തായിരിക്കും അന്നത്തെ ഒരു? നല്ലൊരു ചോദ്യമാണ് അത്. രണ്ടുപേരും ഒരേ തരക്കാരാണ് സത്യം പറഞ്ഞാൽ. ഇതിനൊരു രാഷ്ട്രീയമുണ്ട്. നമ്മളത് ആ രാഷ്ട്രീയം അധികം സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. അതല്ലേ നമ്മൾ പറയേണ്ടതല്ല, അത് വ്യക്തികൾ എന്നുള്ളക്കാൾ. ഈ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും തീവ്രമായി ചിന്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പോൾ 1948 കൽക്കട്ട തീസീസ് ഉണ്ടായി. അവിടെ നിന്നാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രജിസ്റ്റർ ചെയ്യുന്നത്. തെറ്റായൊരു തീരുമാനമായിരുന്നു എന്നാണ് അന്നും പലർക്കും അഭിപ്രായം, ഇപ്പോഴും ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം. പക്ഷെ അത് നടപ്പാക്കുന്നതിൽ വലിയ വാശി കാണിച്ചവരാണ്. ഇനി അതിനു മുമ്പ് തന്നെ 1937 അബു ചാത്തുക്കുട്ടി രക്തസാക്ഷികൾ, അത് തലശ്ശേരിയിലാണ്. അത് KPCC ആഹ്വാനം ചെയ്തതാണ് ആ സമരം. ആ സമരം ഇടതുപക്ഷ KPCC ആഹ്വാനം ചെയ്തതാണ് അല്ലേ? രണ്ടുപേരും മരിച്ചു. KPR ഗോപാലിനെ തൂക്കിക്കൊല്ലാൻ മതിച്ചു. ഒരാഴ സംഭവത്തോടനുബന്ധിച്ച് തൂക്കിക്കൊല്ലാൻ മതിച്ചു. അപ്പോൾ സംഘർഷഭരിതമായ അന്തരീക്ഷമാണ്. പക്ഷെ മഹാത്മാഗാന്ധി വൈസ്രോയിക്ക് കത്തയച്ചു. എന്തുകൊണ്ട്? KPCC ആഹ്വാനം ചെയ്ത സമരം. അപ്പോൾ KPCCയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ തീക്ഷ്ണമായ പോരാട്ട വീര്യമുള്ളവരായിരുന്നു വടക്കേ മലബാറുകാർ. അത് കഴിഞ്ഞ് 48 വന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒഞ്ചിയം, അത് വടകര ഈ ജില്ല വേറെയാണെങ്കിലും എത്ര പേര് കൊല്ലപ്പെട്ടില്ലേ ഒഞ്ചിയത്ത്, പാടിക്കുന്ന്, മുനയംകുന്ന്, കരിവള്ളൂര്, കയ്യൂര്. അതിനു മുമ്പ് വെടിവെപ്പല്ല, തൂക്കിക്കൊന്നു 4 പേരെ. 4 പേരെ തൂക്കിക്കൊന്നു, എത്രയോ പേരെ വെടിവെച്ചു കൊന്നു. സേലം ജയിൽ, അപ്പം ആ സേലം ജയിലിൽ വെടികൊണ്ട് മരിച്ച രക്തസാക്ഷിയുടെ കൊച്ചുമകനാണ് CPIയുടെ രാജ്യസഭാ മെമ്പർ സന്തോഷ് കുമാർ. കാവുമ്പായി സമരം ഞാൻ ഈയിടെ ശ്രീകണ്ഠാപുരത്ത് പ്രസംഗിച്ചു. ഈ രക്തസാക്ഷി പണ്ടിൻ്റെ കഥയൊക്കെ പറഞ്ഞു. അതൊക്കെ ആംഡ് ആയിട്ടുള്ള ഫൈറ്റാണ്. തോക്കുകളുണ്ടായിരുന്നു അവരുടെ കയ്യിൽ, കാവുമ്പായിക്കാരുടെ കയ്യിൽ തോക്കുകളും പിന്നെ വലിയ വാളും ഒക്കെ ആയിട്ട് അവർ കുന്നിൻ്റെ മുകളിൽ അവർ കേന്ദ്രീകരിച്ചു. എന്തിനാണെന്ന് ചോദിച്ചാൽ കല്യാട്ടശ്മാനൻ എന്ന് പറയുന്ന ജന്മിയുടെ നെല്ലറകൾ ആക്രമിക്കാൻ വേണ്ടിയാണ്. അപ്പം ജനങ്ങൾ പട്ടിണി കിടക്കുകയാണേ. അങ്ങനെ വലിയ സമരങ്ങൾ നടത്തിയൊരു 46 ഡിസംബറിലാണ് സ്വാതന്ത്ര്യം കിട്ടി. ആലപ്പുഴയ്ക്ക് സമാനമായ. അതെ, ആലപ്പുഴ വേറൊരു തരത്തിൽ, അത് തൊഴിലാളി സമരമാണ്. അപ്പം അങ്ങനെ ആംഡ് സ്ട്രഗിൾ എന്നുള്ളത് അവരതിനെതിരല്ല. അതിൻ്റെ തുടർച്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതെ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ആംഡ് ആയിട്ട് സായുധമായ ഒരു പോരാട്ടം എന്നുള്ളത് തെറ്റല്ല. ഭരണകൂടം ആയുധമെടുത്താൽ ജനങ്ങൾക്കും ആയുധം. അത് തുടക്കമിട്ടത് മാർക്സിസ്റ്റ് പാർട്ടി തന്നെയല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, CPM അല്ല, CPI ആണ്. അത് ആളുകളുടെ വിചാരം ഞാൻ ഇപ്പോഴത്തെ കണ്ടോ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അങ്ങനൊരു പാർട്ടിയില്ല. ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്, അത് EMS സമർത്ഥമായി കോയിൻ ചെയ്തൊരു വാക്കാണ്. അവിഭക്ത സാൻസ്ക്രിറ്റാ. അതെന്തോ ഒരു പാർട്ടിയുടെ പേരാന്നാണ് പലരും വിചാരിച്ചത്. ഇത് CPI ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അരിവാൾ കതിർ അടയാളം. ഈ EMS CPIയുടെ മുഖ്യമന്ത്രിയല്ലേ? ഇപ്പം അതാരും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. EMS CPIയുടെ മുഖ്യമന്ത്രിയായിരുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവരല്ലേ വിട്ടുപോയത്?
ഈ CPM അല്ലേ വിട്ടുപോയത്, CPI വിട്ടുപോയോ? മാതൃപാർട്ടി ഇപ്പോഴും നിലനിൽക്കുകയാണ്. നിലനിൽക്കല്ലേ? അവർ ചെറുതായി പോയി. അവരും ചെറുതൊന്നായിരുന്നില്ല കേരളത്തിൻ്റെ പുറത്ത്. ഇവരുടെ കൂടെ കൂടിയിട്ടാണ് തരാറായി. ഇപ്പം അവരും പറഞ്ഞ എന്താണെന്നറിയോ, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരിപ്പോൾ ഈ CPM-ന് CITU എന്നൊക്കെ പറയില്ലേ, കർഷക സംഘം, അതുമാതിരി ഒരു സംഘടനയാണ് ഈ CPI. ഇടയ്ക്ക് ഒരു ചെറിയ ബഹളമൊക്കെ ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വഴി തെറ്റിപ്പോണ്ട. അപ്പോൾ ഈ സംഘർഷഭരിതമായ ഒരു രാഷ്ട്രീയം, അതൊരു സായുധ രാഷ്ട്രീയമാണ്. ആയുധമെടുക്കാം, ഭരണകൂടം ആയുധമെടുത്താൽ ജനങ്ങൾക്കും ആയുധമെടുക്കാം. ഭരണകൂടം മാത്രമല്ല, ശത്രു ആയുധം എടുത്താലോ അല്ലേ? അല്ല, അതിലേക്കാണ് വരുന്നത്. ഇതിൽ നിന്നും പഠിച്ചിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 48, പക്ഷെ 48-നും 51-നും ഇടയിൽ ഏതാണ്ട് 50 പേര് കൊല്ലപ്പെട്ടു ഈ പറഞ്ഞ സ്ഥലത്ത്. കണ്ണൂർ, വടകര. ഭരണകൂടമാണ് വന്നത്, ഇവരങ്ങോട്ടല്ല വന്നത്. അപ്പം അതൊരു വലിയൊരു ഹിസ്റ്ററിയാണ്. അതിലേറ്റവും ഭയങ്കരമായ സംഭവം മുനയംകുന്നാണ് ഉണ്ടായത്. കാവുമ്പായിൽ അവർ സായുധരായിട്ട് ഇരിക്കുകയായിരുന്നു. അവിടെ കയറി വെടിവെച്ചു പോലീസ്. ഒറ്റുണ്ടായിരുന്നു. അതാണ് ഈ സായുധ കലാപത്തിൻ്റെ പ്രശ്നം. ഒറ്റുകാരുണ്ടാവും. ഒറ്റുകാരില്ലെങ്കിൽ ഒറ്റുകാരുണ്ടാക്കും. പോലീസ് തന്നെ ഒറ്റുകാരായിട്ട് ഇതിൽ ചേരും. മുനയംകുന്നിലെ ജാമ്യത്തിലെടുത്ത് കൊണ്ടുവന്ന ആളുകളെയാണ് വെടിവെച്ച് വന്നത്. ശരിക്കും അതിനെക്കുറിച്ച് സിനിമകളും കാര്യങ്ങളൊന്നും വേണ്ടത്ര വന്നില്ല അല്ലേ? വർഗീസിൻ്റെ കൊലപാതകം പോലെ നമ്മളത് അറിയില്ല. അപ്പം അങ്ങനെ വന്നതിന് ശേഷം ഒക്കെ പെട്ടെന്ന് നമ്മൾക്ക് ഇന്ന് പണ്ടാന്ന് തോന്നും, പക്ഷെ പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പ് വന്നപ്പോൾ, കട്ടിങ് ദ ലോങ് സ്റ്റോറി ഷോർട്ട്, CPM ഈ സായുധ ഭാഗത്ത് നിന്നു. അവ്യക്ത പാർട്ടി, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ അവ്യക്ത CPI അത് ഉപേക്ഷിച്ചു. ഉപേക്ഷിക്കുക പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയല്ല, ഇന്നത്തെ സ്റ്റേജ് അതല്ല. നെഹ്റു ഗവൺമെൻറ്റുമായിട്ട് യോജിച്ച് പോവുകയാണ് വേണ്ടത് എന്ന ഇന്ന് നമുക്ക് ശരിയെന്ന് തോന്നുന്ന നിലപാട് സ്വീകരിച്ചു. അപ്പോൾ ഈ ആയുധമെടുക്കുന്നതിൽ ഏറ്റവും മുമ്പൻ ആരായിരുന്നു എന്നറിയോ? രാജേശ്വർ റാവു ആയിരുന്നു. അദ്ദേഹമാണ് CPIയുടെ സെക്രട്ടറി. ഇപ്പം ഡാംഗെയും രാജേശ്വർ റാവുവും വാസവും പിന്നെയൊക്കെയാണ് സ്റ്റാലിനെ അങ്ങോട്ട് വിളിപ്പിച്ചത്. അപ്പോൾ രാജേശ്വർ റാവുവിനോട് പറഞ്ഞു, നിങ്ങൾ ആയുധങ്ങളൊക്കെ താഴെ വയ്ക്കണമെന്ന്. തെലങ്കാന സമരം നിർത്തണം. നമ്മൾ കണ്ട സമരമൊന്നുമല്ല ആന്ധ്രയിൽ. തെലങ്കാനയിൽ 3000 ഗ്രാമങ്ങൾ മോചിപ്പിച്ച് ടാക്സ് പിരിക്കാൻ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മോചിതമായി അവിടെ. മനസ്സിലായോ? അപ്പം ആ ഒരു രാഷ്ട്രീയം ശരിയാണെന്ന് വിശ്വസിച്ചിട്ട് CPM മുന്നോട്ട് പോയപ്പോൾ, CPM എന്നിപ്പോൾ EMS ഒക്കെ അഭിപ്രായക്കാരനല്ല കേട്ടോ. EMS ഈ സായുധ കലാപത്തിൻ്റെ ആളല്ല. CH കണാരൻ സായുധ കലാപത്തിൻ്റെ ആളല്ല. നമ്മുടെ ചോദ്യം 2 വ്യക്തികളിൽ നിന്നാണ്. മറന്നുപോയിട്ടില്ല ഞാൻ. AKG ഒരിക്കലും സായുധ കലാപത്തിൻ്റെ ആളല്ലെങ്കിൽ അജിറ്റേഷൻ്റെ ആളാണ്. ശക്തമായ ജനകീയ പോരാട്ടങ്ങളുടെ ഒരു പ്രതീകമാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിൽ ഇടപെട്ടു. CPM-ൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ചൈനീസ് പാർട്ടി ഇടപെട്ടിട്ട് നക്സൽ ബാരിയിൽ നടന്ന ആ സംഭവം ഉണ്ടല്ലോ, ചൈനീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്തു. ഇന്ത്യയുടെ ചക്രവാളത്തിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കം. എന്തൊരു പോയിറ്റിക്കാണ്. ഇന്ത്യയുടെ ചക്രവാളത്തിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കം. അതിനേക്കാളും നല്ലൊരു വാചകം രാഷ്ട്രീയത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. ഒരുപാട് ആളുകളെ ബലി കൊടുത്താണ് എന്ന് വെച്ച് തുടങ്ങിക്കോളാൻ. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള MV രാഘവൻ, പിണറായി വിജയൻ, പാട്യം ഗോപാലൻ, A ബാലകൃഷ്ണൻ, അരയാക്കണ്ടി അച്യുതൻ, KC നന്ദനൻ, ഇവരൊക്കെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ്. പിണറായി അന്ന് സെക്രട്ടേറിയറ്റിലില്ല, സ്റ്റുഡൻറ് ലീഡറാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ സമ്മേളനത്തിൽ വലിയ സംഘർഷം ഉണ്ടായിട്ട് ജില്ലാ കമ്മിറ്റി പിടിച്ചെടുത്തു. പഴിക്കോടൻ രാഘവൻ, AV കുഞ്ഞമ്പൂ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ മാറ്റിയിട്ട് ഈ കമ്മിറ്റി നിലവിൽ വന്നു. അങ്ങനെയാണ് MBR സെക്രട്ടറി ആവും. ചോരത്തിളപ്പുള്ളൊരു കമ്മിറ്റി. അപ്പോൾ അന്ന് MBR എന്നോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ കൺസെപ്റ്റ് MBR ഏറ്റവും ലളിതമായി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള കോൺസെപ്റ്റ്
ജനങ്ങൾ വിപ്ലവത്തിന് തയ്യാറാണ്. അതും വിപ്ലവത്തിന് ജനങ്ങൾ തയ്യാറാണ്, പാർട്ടി തയ്യാറല്ല. അപ്പോൾ ആരോടാ സമരം? പാർട്ടിയിലെ നിലപാടിസ്റ്റ് നേതാക്കളോടാണ്. നിലപാട് തിരുത്തണം. മനസ്സിലായോ? ജനങ്ങൾ വിപ്ലവത്തിന് തയ്യാറാണ് എന്ന് ആര് പറഞ്ഞു? ചൈനീസ് പാർട്ടി പറഞ്ഞു. ഇവിടെയും കണ്ടില്ലേ അഴിമതി, ഭയങ്കരമായ ജന്മിത്വത്തിൻ്റെ ക്രൂരതകളും പട്ടിണിയും. 60കളിലൊക്കെ ഭയങ്കര പട്ടിണി തന്നെയായിരുന്നു, യുദ്ധമൊക്കെ കഴിഞ്ഞ്. അപ്പം ജനങ്ങൾ തയ്യാറായിട്ടും തയ്യാറാവാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരുത്തണം. ബൊമ്പാർഡ് ദ ഹെഡ് ക്വാർട്ടേഴ്സ്, അതാണ് മാവോ പറഞ്ഞത്. അപ്പോൾ അവിടെ അപ്പോഴേക്കും സാംസ്കാരിക വിപ്ലവം തുടങ്ങി. തികഞ്ഞ വെട്ടിത്തായിരുന്നു അത്. പ്രൊഫസർമാരെ കൊണ്ട് നിലവൊഴിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടി. ഇവിടെ അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായപ്പോൾ ഈ രണ്ടുപേരും ഒരു സൈഡിലായിരുന്നു. പിണറായിയും MBR പാട്ട്യഗോപാലനും എ ബാലകൃഷ്ണൻ മരിച്ചുപോയി. നല്ലൊരു മനുഷ്യൻ. CPIയിലേക്ക് അദ്ദേഹത്തിന് ചേർന്നു. അരയക്കണ്ടി അച്യുതൻ മരിച്ചു. P. നാരായണൻ. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉണ്ടായി. ഞങ്ങളോടൊപ്പമുള്ള ചൂരായി ചന്ദ്രൻ മാഷ്, അദ്ദേഹം ഒന്ന് വിട്ടു തന്നു, സഹകരിക്കുന്നുണ്ട്. ചൂരായി ചന്ദ്രൻ മാഷൊക്കെ അന്ന് വിദ്യാർത്ഥിയായിരുന്നു, നമ്മുടെ സോക്കോൾഡ് ബ്രണ്ണൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ജോലി എന്താ വെച്ചാൽ ഞങ്ങൾ വിപ്ലവം നടത്തിയിരിക്കുന്നു, ജനങ്ങൾ കലാപം ചെയ്തിരിക്കുന്നു എന്നുള്ള നോട്ടീസ് കൈകൊണ്ട് എഴുതിയത് അതിങ്ങനെ വിതരണം ചെയ്യുക. ഈ ആക്രമിച്ച ഉടനെ അക്രമം നടക്കണമെങ്കിൽ വേറെ ചില തമാശ ഉണ്ടായാലും പോകുന്നില്ല. എല്ലാം ഓടി കാളകൾ വരുന്ന കണ്ടിട്ട് പോലീസ് വരിക എന്നൊക്കെ വിചാരിച്ചു. അതൊരു ഡിഫറെൻറ്റ് സ്റ്റോറി. എന്തായാലും അതിന് തയ്യാറായി. ഞാനതിനൊന്നും പരിഹസിക്കുന്ന ആളല്ല. എന്തായാലും വേണ്ടില്ല. ഈ രണ്ട് പേരും ഒരു സൈഡിലായിരുന്നു. അപ്പോൾ ആയുധം ഉപയോഗിക്കാം. നേരത്തെ സ്വയംഭം ചോദിച്ചു, പെർട്ടിനൻ്റ് ക്വസ്റ്റ്യനാണ്. ഭരണകൂടത്തിനെതിരെ ഉപയോഗിക്കാവുന്ന ആയുധങ്ങൾ റിവിഷനിസ്റ്റുകൾക്കെതിരെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ സ്വന്തം പാർട്ടിയിലെ ആ പാർട്ടിയാണല്ലോ ഇവർ, ജനങ്ങൾ തയ്യാറായി നിൽക്കല്ലേ. അതെ. അപ്പോൾ അതിനെ തടയുന്നത് ആരാ? പാർട്ടിയല്ലേ. അതെ. അപ്പോൾ അവർ ശരിയാണോ? പിന്നെ നമ്മളെ ജയിലിലിട്ടു കോൺഗ്രസ്, അവർക്കെതിരെ അവരും ശരിയാണോ? അല്ല. പിന്നെ ആരാ ശരി? നമ്മൾ മാത്രമാണ് ശരി. അപ്പോൾ ചൈനീസ് യുദ്ധകാലത്ത് CPM മുഴുവൻ ജയിലിലായില്ലേ? അതൊരു ഹിസ്റ്റോറിക്കലായിട്ട് ഞാൻ പറയാണ്. അന്ന് തൃശ്ശൂർ വെച്ചാണ് CPMൻ്റെ സെൻട്രൽ കമ്മിറ്റി കൂടിയത്. അപ്സര ലോഡ്ജുണ്ട് അയ്യന്തോളിൽ. ഞാൻ നേരത്തെ TK കൃഷ്ണൻ എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ വക്കീൽ ഓഫീസും വീടൊക്കെ അവിടെയാണ്. ഞാൻ ആ വക്കീൽ ഓഫീസിലുണ്ടായിരുന്നു. അപ്പോൾ ആ ലോഡ്ജിലാണ് ജ്യോതി വാസുവിനെയൊക്കെ താമസിച്ചത്. അദ്ദേഹത്തെ അവിടുന്ന് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് CPM നേതാക്കളെ വിയ്യൂർ ജയിലിലാണ് താമസിപ്പിച്ചത്. അപ്പോൾ ഈ നക്സലിസം വിട്ടെങ്കിലും ശരീരത്തിൽ ഇന്ന് പോകണില്ല. അങ്ങനെ പോവാതെ നിന്നൊരു സ്ഥലമാണ് ഈ കണ്ണൂർ. അപ്പോൾ രാഷ്ട്രീയ ശത്രുക്കളോടും ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. രാഷ്ട്രീയ ശത്രുക്കളും വെറുതെ ഇരിക്കല്ല, അവരും ആയുധം സ്വരൂപിച്ചു. അവരും മോശക്കാരൊന്നുമല്ല. അപ്പം ഇങ്ങനെ വന്നിട്ട് ആദ്യം അത് തിരിച്ചടിയിലേക്കാണ് പോയത്. പാർട്ടിക്കൊരു നേരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കണം. പ്രതിരോധം നിർത്തി. രോധമാണ്. പിന്നെ ആൻറ്റിസിപ്പേഷൻ അടിക്കുക, പിന്നെ അവരെ കൊല്ലുക, പിന്നെ അവരെ എന്തും ചെയ്യുക, അവരുടെ വീട് തീ വയ്ക്കുക. അങ്ങനെ വന്ന് CPM അതിഭയങ്കരമായ അക്രമോത്സുകതയുടെ പര്യായ പദമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മൂന്നാം ഘട്ടത്തിൽ MVR CMP രൂപീകരിച്ചു. അങ്ങ് സജീവ രാഷ്ട്രീയത്തിലേക്ക് നിറയുമ്പോൾ ഈ ഒരു ശൈലി തന്നെയല്ലേ ചുറ്റും കണ്ടത്? അതെ. അപ്പം അങ്ങ് രാഷ്ട്രീയ ഗുരുവായി സ്വീകരിക്കുന്ന MVR തന്നെ ഈ ഒരു ശൈലിയുടെ ഭാഗമാണ്, അതിൻ്റെ നേതാവാണ്. ആണ്. അപ്പോൾ 86-ൽ CMP രൂപീകരിച്ചതോടുകൂടി പിന്നെ എന്നോട് അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞത്, കണ്ണൂർ പോലീസിൻ്റെ ചരിത്രത്തിൽ ഈ അൺടുവേർഡ് ഇൻസിഡൻ്റ് എന്ന് പറയുക, അനിഷ്ട സംഭവം, ഏറ്റവും കൂടുതൽ അൺടുവേർഡ് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തത് CMP രൂപീകരണ കാലത്തെ ആദ്യത്തെ 6 മാസം. ആകസ്മിക മരണങ്ങൾ, ദുരൂഹ മരണങ്ങളല്ല, മരണങ്ങൾ കുറവായിരുന്നു. കൊലകളാണ്. പശുവിനെ കൊല്ലുക. ഒരു ലേഡി ഇന്നാൾ പറഞ്ഞില്ലേ, വിഷം കലക്കുന്നു. റിയാലിറ്റിയാണ് അവർ പറഞ്ഞത്.
കിണറ്റിൽ വിഷം കലക്കിയിട്ടുണ്ട്. പശുക്കൾക്ക് വിഷം കൊടുത്തു വന്നു. 3 പശുക്കൾ. രാഷ്ട്രീയ ശത്രുതയുടെ പേരിൽ CMB ഒരു ഡോക്ടറുടെ MBRന്റെ മകളുടെ വീട്ടിൽ 10-15 ഏക്കർ സ്ഥലമുണ്ട്. അത് നമ്മളിവിടെ തൊഴിലാളിയെ വെച്ചാൽ പോലും ഇങ്ങനെ വെട്ടി കളയാൻ പറ്റില്ല. തെങ്ങ് വാഴ വെട്ട എളുപ്പമാണല്ലോ. പാപ്പിനിശ്ശേരിയൊക്കെ കേട്ടിട്ടുണ്ട്. പാപ്പിനിശ്ശേരി ആശുപത്രി കൊടുത്തില്ലേ, തീ കൊടുത്തില്ലേ, പാമ്പ് വളർത്തല്. ആയുർവേദ ആശുപത്രിയിൽ അന്നൊരു CPMന്റെ നേതാവിൻ്റെ അമ്മ അവിടെ കിടക്കുന്നുണ്ട് വാദം പിടിച്ചിട്ട്. അവരടക്കം ഉപദ്രവിച്ചില്ലേ അവർ? അപ്പോൾ രാഷ്ട്രീയ ക്രൗര്യം എന്ന് പറയുന്നത് അങ്ങോട്ട് കൂടി കൂടി കൂടി. അന്ന് ഭയം തോന്നിയിരുന്നു അങ്ങേക്ക് എപ്പോഴെങ്കിലും കൊല്ലപ്പെടും അല്ലെങ്കിൽ അതിന് അപകടത്തിൽപ്പെടും? എനിക്കോ? എന്നെ അടിച്ചില്ലേ? അല്ലല്ലോ, അതൊരു ആകസ്മിക സംഭവം എന്ന് പറയാമോ? ആകസ്മികമൊന്നുമല്ല, അത് പ്ലാൻ ചെയ്തിട്ട് ചെയ്തത്. എൻ്റെ തലയൊക്കെ 2ആയിട്ട് പൊളഞ്ഞിരിക്കുകയല്ലേ. ഞാൻ പിന്നെ അത് അധികം പറഞ്ഞു നടക്കാത്തത്. 95 മെയ് 5 വന്ന് കൂത്തുപറമ്പ് കഴിഞ്ഞ് ജയരാജൻ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള കാലമാണ്. അപ്പം ഞാനെന്താ പറഞ്ഞത്, നമ്മൾ ഈ എന്തെങ്കിലും പറ്റിയത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇപ്പം നിങ്ങളെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. അതൊക്കെ ഒരു മോശമല്ലേ? നമ്മളെക്കാൾ എത്ര പറ്റിയവരുണ്ട്? അല്ലല്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഏറ്റവും കാര്യമില്ല, വേദന ഉണ്ടാക്കിയൊരു സംഭവമല്ലേ. അതുവരെ കൊടി പിടിച്ച ഒരു പാർട്ടി. എനിക്ക് അങ്ങനെ സംഭവമേ ഇല്ല. പേടി ഇല്ല എന്ന് ഞാൻ പറയല്ല, എനിക്ക് അങ്ങനെ പേടിയാണ് വ്യക്തി എന്നുള്ള നിലയ്ക്ക്. പക്ഷെ CMB പക്ഷെ പേടിപ്പിച്ചാൽ എനിക്ക് പേടിയില്ല. വെറുതെ ഇരിക്കുമ്പോൾ പേടി. എങ്ങനെയായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്? എവിടത്തെ? അങ്ങേക്ക് നേരെ ഉണ്ടായത്? ഞാൻ ഒരു ജാഥയായിട്ട് വരികയായിരുന്നു. അത് കോഴിക്കോട് നിന്നാണ് തുടങ്ങിയത്. ജീപ്പ് ജാഥ വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ജീപ്പ്, ഒരു മൈക്ക് ഘടിപ്പിച്ച ജീപ്പ് എന്ന് പറയാം. ചെറിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതിൽ നമ്മൾ വന്ന് കോഴിക്കോട് കഴിഞ്ഞ് നാദാപുരം ഇങ്ങനെ കഴിഞ്ഞ് വയനാട്ടിലേക്ക് പോയി. ആ കുറ്റ്യാടി ചുരം കയറി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടുത്തെ നെടുമ്പയിൽ എന്നുള്ള സ്ഥലത്തിൽ കൂടെ വന്നിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പെരളശ്ശേരി എത്തി. അപ്പോൾ അവിടെ CMBക്കാരുണ്ട്. അപ്പോൾ അവർ നേരത്തെ പറഞ്ഞിരുന്നു ഇവരെന്തൊക്കെയോ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. CPM അപ്പോൾ CMB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ CPM എന്നുള്ള പുസ്തകത്തിൽ നിന്ന് പറിച്ച പേജല്ലേ? ആരൊക്കെയാണ് അപ്പുറത്ത് അറിയാമല്ലോ, നിശ്ചയമുണ്ടല്ലോ. നമ്മൾ ഈ നോട്ട് ബുക്കിൽ നിന്ന് പേജ് പറിക്കില്ലേ, അതുപോലെയാണല്ലോ ഈ CMB കണ്ടവർ. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴേക്കും അടി തുടങ്ങി. നീ ഇവിടെ പ്രസംഗിക്കണ്ട. ഞാൻ ഓടിയിട്ട് ചെന്ന് കയറിയത് ഒരു ഹാർഡ്വെയർ ഷോപ്പിലാണ്. അപ്പോൾ എനിക്ക് ഈ പഴയ ട്രെയിനിങ്ങിൻ്റെ ചില പാഠങ്ങളുണ്ടല്ലോ. ഒരിക്കലും ശത്രുവിന് ആയുധം എടുക്കാവുന്ന സ്ഥലത്ത് കയറരുത്. ഇപ്പോൾ ഒരു പഴക്കടയിൽ കയറിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പഴക്കൊലയല്ലേ ഉള്ളൂ. ഞാൻ കയറിയത് എനിക്ക് ചിരി വരിക. ഈ മഴു വെട്ടുകത്തിയൊക്കെ അവിടെ ഇരിക്കുന്നു. ഉടനെ തന്നെ എൻ്റെ അലാറം പറഞ്ഞു, ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റോഡിൻ്റെ ഇങ്ങനെ കിടന്ന് ഓടുകയാണ്. അതൊക്കെ വീഡിയോ ഒക്കെ എടുത്തിരുന്നെങ്കിൽ പോട്ടല്ലോ, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഭയങ്കര വൈറലാകുമായിരുന്നു. അപ്പം എന്നെ അടിച്ച് വടിയല്ല പൊട്ടിപ്പോയി. അവർ മോശം വടി കൊണ്ടുവന്നതാണോ എൻ്റെ കൈ നല്ലതായതാണോ എന്ന് വേറെ കാര്യം. കൈ മുഴുവൻ മുറിഞ്ഞ്. അപ്പോൾ ഒരുത്തം വന്നിട്ട് ഈ DYFIയുടെ വാർത്താ ബോർഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് പറ്റല, അത് പറിച്ചിട്ട് എൻ്റെ തലയ്ക്ക് അടിച്ചു. അപ്പോൾ അത് കത്തി പോലെയല്ലേ, വാള് പോലെ ഇരിക്കുമല്ലോ. ചോര അങ്ങോട്ട് ഇപ്പോഴും 2 ലെവലാണ് എൻ്റെ തലയിൽ. ചീറ്റാൻ തുടങ്ങി. എൻ്റെ മുണ്ടൊക്കെ പാറി പൊട്ടിയല്ലോ, തലയൊട്ടി പൊട്ടി. ഇതൊന്നും ഞാൻ സ്വയമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല, എന്തിനൊക്കെ പറയുന്നു. അപ്പോൾ ഒരു വീട്ടിൽ കയറി. അപ്പോൾ എൻ്റെ കൂടെ വന്നവരൊക്കെ ധൈര്യശാലികളായതുകൊണ്ട് അവരൊക്കെ ഓടി. പിന്നീട് MVR പറഞ്ഞെന്താണെന്നറിയോ, ഇവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണോ അവരുടെ ധൈര്യം കണ്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഈ പാർട്ടിയിൽ ആരുണ്ടാവും? എനിക്കന്ന് ഇതൊക്കെ ഒരു തമാശയാണ്. ഞാൻ ഓടി. എന്താ വെച്ചാൽ ലളിതമായിട്ട് പറയല്ല കേട്ടോ. വീട്ടിൽ കയറി ഒരു മുസ്ലിം ലേഡിയാണ്, അവരൊരു ഗ്ലാസ് വെള്ളം തന്നു. അപ്പോൾ ഈ ചോര പോകുമ്പോൾ വെള്ളം ദാഹിക്കും. വെള്ളം കുടിച്ചു. മോനെ പൊക്കോ അല്ലെങ്കിൽ ബീഡിക്കാരി ഞങ്ങളെ തല്ലും. ബീഡിക്കാരെന്ന് പറയുന്നത് CPMകാരെയാണ്. അവർ ബീഡിക്കാരെന്ന് ഉദ്ദേശിക്കുന്നത്, ബീഡി തൊഴിലാളികൾ അന്ന് ഉദ്ദേശിക്കുന്നത്. ചേട്ടാ, അപ്പം ഞാനിങ്ങനെ ഈ നിണമണിഞ്ഞ ചോർപ്പണയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാനൊരു കാറ്
ഒരു ഓട്ടോറിക്ഷ വന്നു. ഒരാളും ഇല്ല കൂടെ, എല്ലാവരും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് വലിഞ്ഞ് എൻ്റെ അടിച്ചു. ബാലൻ മാഷ് അദ്ദേഹം എന്നെ പിടിക്കാമെന്ന് മൂപ്പർക്ക് കിട്ടുന്നുണ്ട്. അയാൾ അധ്യാപകനാ, അയാൾക്ക് ഇതിന് മുമ്പ് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. പയ്യന്നൂരുകാരനാ. എന്തിനു പറഞ്ഞു സോയമോനെ, ഒരു ഓട്ടോറിക്ഷ വന്നപ്പോൾ ഞാനതിൽ ചാടി കയറി. ഒരു ഓട്ടോറിക്ഷ തടഞ്ഞ് എന്നെ കാല് പിടിച്ച് വലിച്ച് വീണ്ടും ഇറങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി ഇത് കൊല്ലാനാണ്. നമ്മളിപ്പോൾ പത്രഭാഷയെ കണ്ട് പറഞ്ഞാൽ മുഖാമുഖം കണ്ടു എന്നൊക്കെ പറയാം. അപ്പം ഞാൻ അതുവരെ എനിക്ക് ദേഷ്യമല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എനിക്ക് സങ്കടമൊന്നുമില്ല. നമുക്ക് അങ്ങോട്ട് തിളഞ്ഞ് ഈ പ്രതിരോധിക്കാൻ കഴിയാത്ത ദേഷ്യം. അപ്പം ഞാൻ കൊല്ലല്ലേ എന്ന് വിളിച്ചു ഒരു ഒച്ചത്തിൽ. അപ്പോൾ അതുവരെ നമ്മൾ അടി കൊള്ളുകയാണല്ലോ. അപ്പോൾ ഈ വേട്ടക്കാരന് എപ്പോഴും ഇര കീഴടങ്ങണം. അത് മൃഗങ്ങളുടെ ഒരു ശീലമാണ്. നമ്മളൊരു മൃഗമാണല്ലോ. ഇരയെ കീഴടക്കിയാലേ ആക്രമണം നിർത്തുള്ളൂ, അല്ലെങ്കിൽ ഇര തിരിച്ചടിക്കുമല്ലോ. അതെ. ഇപ്പോൾ ഒരു മാനിനെ പുലി പിടിക്കുകയാണെങ്കിലും മാൻ കീഴടങ്ങുന്നവരെ പുലിക്ക് സമാധാനമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുകൂടി അവർ നമ്മളൊരു കീഴടങ്ങല് ആയിട്ട് അവർക്ക് തോന്നാമല്ലോ. പെട്ടെന്നൊരാൾ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരങ്ങ് പോയി. അയാൾക്കറിയാം ആരാന്നുള്ളത്, എനിക്ക് മുഖം ഓർമ്മയില്ല. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരനെയും അവരോടിച്ച്. ആ ഓട്ടോറിക്ഷക്കാരിയുടെ എന്നെ വിളിച്ചിരുന്നു, അയാളുടെ മകൻ്റെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട്. എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ച്. എന്തിനു പറയുന്നത്, ആ സമയത്ത് ഈ അടിച്ചു പൊളിച്ചൽ അല്ല. അപ്പോൾ വേറൊരു വീട്ടിൽ കയറി ഞാൻ. ഇതൊക്കെ പറയണോ? ഏതായാലും ജനം അറിയേണ്ടത്. വേറെ വീടെന്ന് വെച്ചാൽ ഉള്ളിലേക്ക് നടന്ന് കയറണം. ഞാൻ തല ഇറങ്ങിയൊന്നും വീണില്ല. വീണാൽ പോയി കേട്ടോ, വീണാൽ തീർന്നു. വീണാൽ എല്ലാവരും കൂടി ചവിട്ടും. ആ വീട്ടിൽ ചെന്ന് ഞാനൊരു മുണ്ട് ചോദിച്ചു. എൻ്റെ മുണ്ടൊക്കെ ചെറിയില്ലേ, അതിൻ്റെ ഫോട്ടോ കണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. ഇങ്ങനെ കൈ വയ്ക്കുമ്പോൾ ഈ ബ്ലഡ് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ടാപ്പ് ഉണ്ടായിരുന്നു ആ വീട്ടിൻ്റെ മുറ്റത്ത്. അവിടെ ഒന്ന് ഞാൻ ഈ മുഖമൊക്കെ കഴുകി. അപ്പോൾ അവിടെ മുഴുവൻ ചോരയായി. ഇവർക്കാണെങ്കിൽ ഭയങ്കര പേടി. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, എനിക്കൊരു മുണ്ട് തരൂ. അപ്പോൾ എൻ്റെ ഒരു അഹങ്കാരം നോക്ക്, അവർ മുണ്ട് തരാത്തതിന് എൻ്റെ ദേഷ്യം. അപ്പോൾ അവർ ഈ വിചാരിച്ച് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊരു മുണ്ട്. അത് അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ മെയ് മാസത്തിലാണെങ്കിലും ഭയങ്കരമായൊരു മഴ പെയ്തു, ഇരുട്ട് കുത്തി വന്നിട്ട്. അപ്പോൾ ഈ സീൻ മാറി. ഞാൻ ഈ മഴയത്ത് റോഡിലേക്ക് ഇറങ്ങി. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ല. അപ്പോൾ കാണാം നമ്മുടെ അടിച്ചു പൊളിച്ച വണ്ടി ഉണ്ടല്ലോ നേരത്തെ, അത് കറക്കി വരുന്നു. ബാക്കി ആരൊക്കെ എവിടെ പോയെന്നൊരു പിടിയില്ല. ഞാൻ അതിൽ കയറി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കായി പോകുന്നത്. അപ്പോഴേക്കും പോലീസ് വണ്ടി വന്നു. പോലീസ് വണ്ടി തന്നെ ഷട്ടർ ഇട്ടിട്ടാണ് വരുന്നത്, കല്ലേറ് മേടിച്ചിട്ട്. അവരുടെ ധൈര്യം ആലോചിച്ച് നോക്കൂ. ഒടുവിൽ ഞാൻ ആ പോലീസ് വണ്ടിയിൽ കയറി ആശുപത്രിയിൽ പോയി. 2 ആഴ്ചയോളം അവിടെ മെഡിക്കൽ. അപ്പോഴേക്കും MVR വന്നു അല്ലേ? എവിടെ MVR വരുന്നു? അങ്ങോട്ടേക്ക് MVRന് അവിടെ കയറാൻ പാടില്ല എന്നുള്ള ഫത്വ ഇറക്കിയിരിക്കുകയല്ലേ. MVRന് കാലുകുത്താൻ പറ്റാത്ത സമയത്താണ് ഞാനിത് ചെയ്യുന്നത്. അന്ന് തിരുവനന്തപുരം കേന്ദ്രമാക്കി MVR നിൽക്കുകയാണ്. MVRന് പോകണമെങ്കിൽ വലിയ ടെൻഷനാ. അപ്പോൾ MVR വരുന്നില്ലെങ്കിൽ അവിടെ നിന്ന് ആജ്ഞകൾ ഇറക്കുന്നുണ്ട്. എന്താണെന്നറിയോ, എവിടെയാണോ ജാഥയെ ആക്രമിച്ചത് അവിടെ നിന്നും പിറ്റേ ദിവസം ജാഥ തുടങ്ങണമെന്ന്. ജീവൻ ഉള്ള അതൊന്നും മൂപ്പർക്ക് ബാധകമല്ല. ഞാൻ തന്നെ തുടങ്ങണമെന്ന് പറയാത്തത് എനിക്ക് അത്രയും വയ്യാത്തതുകൊണ്ടാണ്. തുടങ്ങിയോ പിന്നെ അതല്ലേ CMP. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് എന്നോട് പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ടല്ലോ, CP MVR പറയുന്നത് കേട്ടില്ലേ, പെരളശ്ശേരിയിൽ തന്നെ തുടങ്ങണമെന്ന്. അപ്പം MVR ഒന്നാമത് അത് സമാപിക്കുന്നത് എവിടെയാണോ അവിടെ തുടങ്ങണം. അന്ന് സമാപിക്കുമായിരുന്നത് തലശ്ശേരിയാണല്ലോ. അപ്പോൾ ഒരു ചെറിയ കോംപ്രമൈസായി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ കട്ടിലിൽ കിടക്കുക, എന്നാൽ പിന്നെ കണ്ണൂരിന്ന് തുടങ്ങുക, എളുപ്പമുണ്ടല്ലോ. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫോണില്ല, ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ പോയി പറഞ്ഞിട്ട് വേണമല്ലോ ഒക്കെ മനസ്സിലാക്കാൻ. ഓരോ മനമില്ല മനസ്സോടെ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ CP മൂസാൻകുട്ടിയുടെ നേതൃത്വത്തിൽ ജാഥ ആരംഭിച്ചു. ഞാൻ ഇവിടെ ആശുപത്രി
ആ ജാഥയ്ക്ക് ഇഷ്ടംപോലെ സ്വീകരണം CPM-കാർ കൊടുത്തു. വഴി നീളെ അല്ല, എന്നിട്ടും പിന്തിരിഞ്ഞില്ല. ആര്? CMP ഈ ജാഥ CMP പിന്തിരിഞ്ഞാൽ പോയില്ലേ? കൂടെ കല്ലേറുണ്ടാവും. മൂസാൻകുട്ടി ഇതൊന്നും ബാധകമല്ല. ഭയമില്ല. ആർക്കാ ഭയം? മൂസാൻകുട്ടി ഇറങ്ങിയിട്ട് പറയും, എന്തിനാണ് മോനെ നീ കല്ലെറിയുന്നത്? നാളെ നീ ഈ പാർട്ടിയിൽ ചേരേണ്ടവനല്ലേ? ഇതാണ് ഇനി ആരെങ്കിലും നിന്റെ അച്ഛൻ്റെ ആളല്ലേ, ഓനല്ലേ, എനിക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞ് മൂപ്പരുടെ പ്രസംഗ ശൈലി അതാ. അന്ന് ഇവരുടെ ഈ വ്യക്തിപരമായ ഒരു നിലപാട് എന്തായിരുന്നു, പ്രത്യേകിച്ച് പിണറായിയുടെ ഒക്കെ ആ കാലഘട്ടത്തിൽ? പിണറായിക്ക് നല്ല അറ്റാക്കിംഗ് മൂഡ് തന്നെയാണ്. CMP ഫിനിഷ് ചെയ്യണം. MBR-നോട് അതുപോലെ CMP ഫിനിഷ് ചെയ്യണം. അപ്പം അതിനൊക്കെ ഒരു തീസീസ് ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങൾക്കും ഒരു തീസീസ് ഉണ്ട്. അപ്പം CMP ആണ് ഇന്ത്യയിൽ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ രൂപീകരിക്കപ്പെട്ട അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിന്നെ MCPI അല്ല, നേരത്തെ ഉണ്ടായത്. നായനാർക്ക് ഒരു അനുകമ്പ തോന്നേണ്ടതല്ലേ MBR-നോട്? നായനാർ ചെയ്ത വലിയൊരു കാര്യം പോലെ പിന്നീട് ഏഷ്യാനെറ്റിൽ പോയപ്പോൾ എൻ്റെ ബ്രദറിലൂടെ ജോലി ചെയ്യുന്നുണ്ട്. അന്ന് നിൻ്റെ അളിയനെ അടികിട്ടിയപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു കേട്ടാ ഓഫീസിൽ. അത് ഞാൻ പറഞ്ഞല്ലോ, ഓഫീസ് സെക്രട്ടറി വളരെ പ്രസിദ്ധനായ ആളാണ്. അപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലാന്ന്. എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും പറ്റിയില്ല. അതൊക്കെ അവരുടെ ലോജിക്ക് അതാണ്. അത് ഞാനതിലുണ്ടായിരുന്ന ഒരാളല്ലേ. ഞാനതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചല്ലേ എനിക്ക് നിരാശയുടെ ദേഷ്യത്തിൻ്റെ ആവശ്യമുള്ളൂ അല്ലേ. ഇത്തരം ഒരു പ്രതീകങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു അവസാനത്തെ അടയാളമായി നിൽക്കുന്നത് പിണറായി തന്നെയല്ലേ ഇപ്പോഴും? തീർച്ചയായിട്ടും അതിൽ പിണറായി കുറെ മാറിയോ എന്ന് സംശയമുണ്ട്. കാരണം അതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ ഉള്ളിലുണ്ടാവും. കാരണം ആ കാലം കഴിഞ്ഞു അങ്ങനെ. അപ്പം അന്നത്തെ തിസിസ് എന്താന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുകൊണ്ട് വേറൊരു പാർട്ടി പാടില്ല. അല്ലപ്പോഴും CPI നിൽക്കുക. അതിനെ കൂട്ടിയിട്ടില്ലല്ലോ, അവരെ കീഴടക്കിയില്ലേ വേട്ടമൃഗം ഒപ്പം ചേർത്ത്. കീഴടങ്ങിയല്ലോ. എന്നാലും ഉള്ളുകൊണ്ട് ഇഷ്ടമല്ല. ഇപ്പം CPI-ക്കാരെ ഇഷ്ടമെന്നാണ് നിങ്ങൾ വിചാരിക്കണേ? അല്ല, CPI-ക്ക് ഒരു തരം ഒരു അടിമ മനോഭാവം ഇല്ലേ? അതൊരു ബഹുജന സംഘടനയായിട്ട് കൂടെ നിർത്തിയിരിക്കണം, അത്രേ ഉള്ളൂ. അതിനാണല്ലോ ഈ അവിഭക്തം എന്നുള്ള പേരിട്ടിട്ടില്ലേ. പഴയ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അവരും കൂടെ നിന്നോട്ടെ, മനസ്സിലായില്ലേ? അപ്പം അന്ന് ഗവൺമെൻറ് ഉണ്ടാക്കണമെങ്കിൽ PKV-യെ രാജിവെപ്പിക്കണമല്ലോ. PKV-യെ ചതിച്ചതല്ലേ ഈ ജലന്ധറും ഭട്ടിൻഡയും 2 പാർട്ടി കോൺഗ്രസ് നടന്നു. ജലന്ധർ CPM-ഉം ഭട്ടിൻഡ CPI-യും. അന്ന് ഇവർ തിരക്ക് പിടിച്ച് ഇന്ദിരാഗാന്ധിയെ ഉപേക്ഷിച്ചു. ലാംഗെ പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യേ. മോഹിത്സൻ ഞങ്ങളുടെ കൂടെ പിന്നെ കോൺഫെഡറേഷൻ്റെ സെക്രട്ടറി ആയല്ലോ, അറിയാമല്ലോ മോഹിത്സൻ എന്ന് കേട്ടിട്ടുണ്ട്. ലാംഗെ മോഹിത്സനാണല്ലോ പ്രസിഡന്റ് സെക്രട്ടറി യുണൈറ്റഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇത് പിന്നെ ചെയ്താൽ മതിയെന്ന്. പക്ഷേ ഉടനെ തന്നെ ഇവിടുന്ന് രാജിവെക്കണം എന്നുള്ള തീരുമാനമെടുത്തു. മനസ്സിലായോ? അപ്പോൾ CPI-യെ ട്രാപ്പ് ചെയ്തതാണ്. എന്താ പറഞ്ഞെന്നറിയോ? എന്നോട് PV കുഞ്ഞിക്കണ്ണൻ പറഞ്ഞിട്ടുണ്ട്, CPI-യും CPM-ഉം ഒന്നാവാം എന്നൊരു ധാരണ അവർക്ക് കൊടുത്തു. അപ്പോൾ ഇവരാണെങ്കിൽ ഒരു കുറ്റബോധത്തിൽ നിൽക്കുകയല്ലേ, ഒരു സിന്നർ, ഞാൻ പഴയാളി എന്നുകൊണ്ട് നിൽക്കുകയാണല്ലോ. അടിയന്തരാവസ്ഥയെ സഹായിച്ച കുറ്റം ചെയ്തല്ലോ. അപ്പോൾ 2 പാർട്ടി ഒന്നാവാം എന്നൊരു നുണ ഇവർ പറഞ്ഞു. ഒന്നായില്ല, ഇതുവരെ ഒന്നായിട്ടില്ല. അന്ന് ഈ കാലഘട്ടത്തിൽ അങ്ങ് പ്രകടനം നടത്തുന്നു, ആക്രമിക്കപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ പിന്നാലെ മാർക്സിസ്റ്റ് പാർട്ടി ഏതെങ്കിലും തലത്തിൽ അവർക്കൊപ്പം ചേർക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു? ഇങ്ങോട്ട് CMP എന്നതിനപ്പുറം വ്യക്തിപരമായ അങ്ങേ എന്നെ മാത്രമല്ലല്ലോ, ഇത്രയും നമ്മുടെ പ്രവർത്തകരല്ലേ നിന്നത്. അതെ, നേതാക്കന്മാർ പോയില്ലേ, CPM-ൽ ചേർന്നില്ലേ. അപ്പോൾ CPM-ൽ CMP-ക്കാരെ ചേർക്കുക എന്നുള്ളത് പുതിയൊരു കാര്യമല്ല. അത് 86 തൊട്ടേ ഉണ്ട്. ഈ MBR-ന് പിന്തുണ കൊടുത്തപ്പോൾ കുറേ ആളുകൾ വന്നല്ലോ. അപ്പോൾ MBR ഭയങ്കര തമാശക്കാരനാണ്. മൂപ്പര് ഒറ്റയ്ക്കിരിക്കുമ്പോൾ തമാശ പറയുമെങ്കിലും അപൂർവമായിട്ട് അങ്ങനെ പറയുള്ളൂ. കുട്ടൻ എന്നൊരാൾ നിലമ്പൂർ ഭാഗത്ത് CMP ചേർന്നു. അതോരോ കുട്ടൻ ആർക്കറിയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടൻ രാജിവെച്ചു.
അപ്പോൾ ദേശാഭിമാനിൽ വലിയ ഹെഡിങ്, കുട്ടൻ രാജിവെച്ചു. അല്ല കുട്ടൻ പാർട്ടി വിട്ടു. അപ്പോൾ FBR എന്ന് സരസമായിട്ട് പറയും കുട്ടൻ പാർട്ടി വിട്ടു. അപ്പോൾ ഇട്ടാ ഉള്ളതുകൊണ്ട് അത് കേൾക്കാൻ ഒരു രസമുണ്ടല്ലോ. അപ്പോൾ ഏത് കുട്ടനാണ്? അപ്പോൾ FBR അന്നൊരു ഫോർമുല പറഞ്ഞു, ധൈര്യം ഇല്ലാത്തവരെല്ലാം CMB വിട്ടോളാൻ. വിട്ടവരൊക്കെ ധൈര്യം ഇല്ലാത്തവരായല്ലോ. അതെ, അതാ ഞാനും ഇപ്പോഴും പറയുന്നത്, ധൈര്യം ഇല്ലാത്തവരെല്ലാം CMB വിട്ടു പോകണം. MBRന്റെ നിലപാട് ശരിയായിരുന്നു. ഏതില്? ഈ പാർട്ടി CPM നിന്ന് വിഘടിച്ച് ഒരു CPM വിഘടിക്കണമെന്ന് MBR വല്ല നിലപാട് സ്വീകരിച്ചോ? MBR പുറത്താക്കിയതല്ലേ? MBR പുറത്താക്കിയത് ആശയപരമായ ചില പ്രശ്നങ്ങൾ. അതിനെന്തിനാ പുറത്താക്കിയത്? അതല്ലേ ഞങ്ങൾ ചോദിച്ചത്. അല്ല, അന്ന് MBR തിരുത്താമായിരുന്നു. ആരെ തിരുത്താമായിരുന്നു? അല്ല, നിലപാട് തിരുത്താമായിരുന്നു. നിലപാട് തിരുത്തി പാർട്ടിയിലേക്ക് തിരികെ പ്രവേശിക്കാമല്ലോ. പൂർണ്ണമായ ഒരു പുറത്താക്കലാണ്. ഇപ്പൊ സമയം എത്രയായി? ഉച്ചയല്ലേ? അതെ. ആ നിലപാട് തിരുത്തിയിട്ട് ഇപ്പൊ രാത്രി അത് പറയണോ? അതൊരു നിലപാടാണോ? നിങ്ങൾക്കു രാഷ്ട്രീയത്തെ സംബന്ധിച്ച ഒരു ബോധ്യം, ആ ബോധ്യം ശരിയാവട്ടെ തെറ്റാവട്ടെ, അത് നിലനിർത്തിക്കൊണ്ട് ഒരു ന്യൂനപക്ഷ അഭിപ്രായം എന്ന നിലയിൽ പാർട്ടിയിൽ നിൽക്കാൻ MBR തയ്യാറായിരുന്നില്ലേ? ആയിരുന്നു. എനിക്കറിയാമായിരുന്നു. ഞാൻ തയ്യാറായിരുന്നില്ലേ? അപ്പോൾ നിങ്ങളുടെ ബോധ്യങ്ങളെ നിങ്ങൾ മാറ്റി കപടബോധ്യം പറയണം. അത് ഇന്നും ഞാൻ ചെയ്യില്ല, ഞാൻ ചാവുന്നവരെ ചെയ്യില്ല. അല്ല, പിന്നീട് അച്യുതാനന്ദൻ വിഷയം ഉയർന്നു വന്നപ്പോൾ പിണറായിയുടെ ഒരു പ്രതീകാത്മക പ്രസ്താവനയുണ്ട്, കടലിലെ ബക്കറ്റിലെ വെള്ളവും. അച്യുതാനന്ദനൊന്നും രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ലല്ലോ. തിരുത്തൽ പാർട്ടിയിലെ ചില നേതാക്കൾ പാർട്ടിയുടെ അകത്തല്ലേ. എന്താ രാഷ്ട്രീയം പറഞ്ഞ്? രാഷ്ട്രീയ കക്ഷി ബന്ധങ്ങളെക്കുറിച്ചോ സമകാലിക രാഷ്ട്രീയത്തിലെടുക്കേണ്ട അടവുപരമായ നിലപാടുകളെക്കുറിച്ചോ അച്യുതാനന്ദൻ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിണറായി വിജയനെതിരെയുള്ള ഒറ്റയാൻ പോരാട്ടമായിരുന്നു. പിന്നെ അതിനൊരു രാഷ്ട്രീയം അതിൻ്റെ മുകളിൽ ജക്സ്റ്റപ്പോസ് ചെയ്യാണ് ചെയ്തത്. പിന്നീട് 96 തോറ്റപ്പോൾ മൂപ്പർക്ക് കാര്യം മനസ്സിലായി. VS അച്യുതാനന്ദൻ വളരെ ശക്തനായൊരു സ്റ്റാലിനിസ്റ്റ് ആയിരുന്നല്ലോ. MS-ന്റെ ഏറ്റവും അടുത്ത ആളല്ലേ. 96 തോൽക്കുന്നവരെ VS-നത് ബോധ്യമല്ല. 96 മാരാരക്കുളത്ത് തോറ്റ VS അതിനു മുമ്പുള്ള VS അല്ല. ഞാൻ അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ ഒബിച്വറിയിൽ എഴുതിയത് വേറൊരു VS ആണ്. പിന്നീട് അദ്ദേഹം പാരിസ്ഥിതിക പ്രശ്നങ്ങളെടുത്തു, അഴിമതി എടുത്തു, സ്ത്രീ പ്രശ്നമെടുത്തു. ഇന്നും പ്രസക്തമാണ്. പരമ്പരാഗത രാഷ്ട്രീയ നേതാക്കൾ ഇൻക്ലൂഡിങ് MV രാഘവൻ എടുക്കാത്ത പ്രശ്നങ്ങളല്ലേ. സ്ത്രീകൾക്കെതിരായ അതിക്രമം എന്നതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് എടുത്തു, ഈവൻ്റായിട്ടല്ല. അഴിമതി എന്നത് ഒറ്റപ്പെട്ട പ്രശ്നമായിട്ടല്ല, അതൊരു പോരാട്ടമായിട്ടെടുത്തു. അതേ അഴിമതിക്കാരനായിരുന്നില്ലല്ലോ. ഒരിക്കലും അഴിമതി കാണിക്കാത്ത ഒരാളാണ് VS അച്യുതാനന്ദൻ. അതേപോലെ തന്നെ പ്രകൃതി എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയിൽ കൊണ്ടുവന്നു, പരിസ്ഥിതി എന്നുള്ള പേരിൽ. ഇതൊന്നും പണ്ട് VS ചെയ്യാത്തതാണെങ്കിലും VS ഒരു ട്രാൻസ്ഫോംഡ് ലീഡറാണ്. ആ VS-നെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. മറുവശത്ത് EMS MBR-നെ ഭയപ്പെട്ടിരുന്നു. എന്തിന് EMS MBR-നെ ഭയപ്പെടേണ്ട കാര്യം? അല്ല, പിന്നെ എന്തുകൊണ്ട് EMS-ന് അത്രയേറൊരു EMS-ന്റെ തീസീസിനെ ഒരു ആൻറ്റി തീസീസ് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. EMS-നെ ഒരു ഏകാധിപത്യ ശൈലി. അത് സ്റ്റാലിനിസ്റ്റുകളാണല്ലോ അവരെല്ലാം. അത് ആര് ചോദ്യം ചെയ്തു? അപ്പോൾ അതിൽ നമ്മൾ എപ്പോഴും ഈ സൗമ്യതയും സ്റ്റാലിനിസമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇപ്പം MBR ഒട്ടും സൗമ്യനായ ഒരാളല്ല. എന്നോട് തന്നെ ഒരിക്കൽ MBR വളരെ വലിയൊരാൾ, അദ്ദേഹത്തിന് ഞാൻ പേര് പറയുന്നില്ല, രാഷ്ട്രീയത്തിൽ ഒരു ഗൗരവമായൊരു സഹായം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് തന്നെ ചെയ്തു കൊടുത്തു. അപ്പം ഞാൻ MBR-നോട് പറഞ്ഞു, MBR നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കണ്ടേ? ഞാനിപ്പോൾ പേര് ഡൈവേർട്ട് ചെയ്യാം, ഉമ്മൻചാണ്ടി. അപ്പം MBR എന്നോട് പറഞ്ഞ്, ജോണേ എനിക്കങ്ങനെ പറയാനൊന്നും അറിയില്ല, ഞാനിപ്പോൾ പറയേണ്ടത് എന്താ, വളരെ ഉപകാരം, നന്ദി, അങ്ങനെയല്ല. അത് പറയണമെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ചെറിയ കാര്യമല്ല അത്. എന്താണെന്നിപ്പോൾ ഞാൻ ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്കതൊന്നും വഴങ്ങില്ല, പറഞ്ഞ ശീലമില്ല. നീ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു നന്ദി CPM-ന് ഇല്ലേ?
അല്ല, അത് നീ പറഞ്ഞാൽ മതിയെന്ന്. മനസ്സിലായി. മനസ്സിലില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അതങ്ങനെ എക്സ്പ്രസ് ചെയ്യില്ല. അല്ലാതെ MBR ഒരിക്കലും ഒരു നന്ദികേട് കാണിക്കുന്നില്ല. പക്ഷെ എന്നോട് പറഞ്ഞത് നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ പോലെ സൗമ്യതയും പരുഷഭാവവും രാഷ്ട്രീയവുമായിട്ട് സമപ്പെടുന്ന കാര്യങ്ങളല്ല. സൗമ്യഭാവക്കാരൻ വലിയ സ്റ്റാലിനിസ്റ്റായിരിക്കും, പരുക്കൻ സ്വഭാവക്കാരൻ ആൻറ്റി സ്റ്റാലിനിസ്റ്റും ആവും. പരുക്കനായ MBR ആണ് റസ്റ്റിക് എന്നാണ് ഞാൻ വിളിക്കുന്നത്. സ്റ്റാലിനിസത്തെ തള്ളിപ്പറഞ്ഞ കേരളത്തിലെ ഏക CPM നേതാവ്. സൗമ്യതയുടെ പര്യായപദമാണല്ലോ EMS. അതെ, പാണ്ഡിത്യം, സൗമ്യത, വാട്ട് നോട്ട്, ത്യാഗം, കഷ്ടപ്പാട്, സ്വത്തെഴുതി കൊടുക്കൽ. കറകളഞ്ഞ സ്റ്റാലിനിസ്റ്റായിരുന്നു. ഒരു വലിയ വൈരുദ്ധ്യമാണ് അതിൽ. വൈരുദ്ധ്യമാണ്. അപ്പം അതുകൊണ്ട് ഈ പരുക്കൻ സ്വഭാവത്തെയൊന്നും എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. ഇപ്പം എല്ലാവരും പറയുന്നത് പിണറായി വിജയൻ അല്ല, ആളുകൾ ഞാനിപ്പോൾ പെട്ടെന്ന് അതെ ഭയങ്കര പരുക്കനാ. ഈ ബംഗാളിലെ നേതാക്കന്മാരൊക്കെ പരുക്കനായിരുന്നോ? അവിടെ ഇപ്പോൾ പാർട്ടിയുണ്ടോ? ഇല്ല. മണിശങ്കർ നമ്മുടെ ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാർ പരുക്കനല്ലായിരുന്നു എന്ന് മാത്രമല്ല, അങ്ങേയറ്റം ഞങ്ങൾ ഒരുമിച്ച് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായിരുന്നു ഞങ്ങൾ ഒരുമിച്ച്. SFIയുടെ ഇദ്ദേഹത്തിന് പ്രായം കൂടുതലുണ്ട്, ബേബിയാണ് പ്രസിഡന്റ്. അവിടെ തീർന്നില്ലേ? ബുദ്ധദേവ് ഭട്ടാചാര്യയെ പോലെ പോളിഷ്ഡ് ജെന്റിൽമാൻ ഉണ്ടോ? നന്ദിഗ്രാം അദ്ദേഹത്തിന് കാലത്താണ് നടന്നതേ, തീർന്നില്ലേ? അപ്പം അതുകൊണ്ട് സ്വഭാവത്തിലെ പരുക്കൻ സ്വഭാവമല്ല പ്രധാനം, രാഷ്ട്രീയത്തിലെടുക്കുന്ന സമീപനമാണ്. ഇവിടെ ഞാൻ പിണറായി വിജയനെ വിമർശിക്കുന്നത് BJP ഇത്രയും വളർന്നു വന്നതിന് ശേഷവും RSS ഇന്ത്യയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തും അതിനെതിരായ ഐക്യമുന്നണി എന്ന രാഷ്ട്രീയത്തിൽ തെറ്റായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് വിമർശനം. അല്ലാതെ അദ്ദേഹം കൈ തട്ടി മാറ്റിയതോ അല്ലെങ്കിൽ അങ്ങനെ പുറത്തു കിടക്ക് അതൊന്നുമല്ല വിഷയം. എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞുകൊണ്ട് നന്നാവുമോ? കാര്യമില്ല. പക്ഷെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു ധിക്കാര ഭാവമല്ല, രാഷ്ട്രീയമാണ് പ്രധാനം. എൻ്റെ അഭിപ്രായം, നിങ്ങൾ ഈ കാലഘട്ടത്തിലെ ഏറ്റവും ക്രൂരമായ ഫാസിസം വിജയിച്ചാലും എനിക്ക് വിരോധമില്ല എന്ന സമീപനത്തെക്കാൾ മോശമായ പെരുമാറ്റമുണ്ടോ? ഇല്ല. നമ്മുടെ പ്രകാശ് കാരാട്ടിനേക്കാളും നന്നായി പെരുമാറുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പരിചയപ്പെട്ട് കാണുമല്ലോ, അല്ലെങ്കിൽ കണ്ടു കാണുമല്ലോ? കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഏട്ടനെ മാതിരിയാണല്ലോ പ്രകാശ് കാരാട്ട്. എന്താ അറിവ്, എന്തൊരു സൗമ്യത. മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് കൂട്ടുന്ന ആളാണേ. അതിനേക്കാൾ വലിയ ക്രൂരതയുണ്ടോ? അപ്പോൾ ഈ വ്യക്തിപരമായ സൗമ്യതയും വ്യക്തിപരമായ പരുക്കൻ ഭാവവും ഒന്നും ഈ വേറെ ആർക്ക് ബാധകമാണ്, എനിക്ക് ബാധകമല്ല. കാലാന്തരത്തിൽ ഈ CMP പാർട്ടിയുടെ പരിപൂർണ ചുമതല അങ്ങിലേക്ക് വരുന്നു, അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നു. അപ്പോഴും ആ സ്വത്തും നിലനിർത്തി ആ പാർട്ടിയെ തൻ്റെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്ന വലിയ വെല്ലുവിളിയല്ലേ ഏറ്റെടുത്തത്? MBR വളരെ രോഗിയായിട്ട് മാറി. അതായത് ഒരു 2008-09 മുതൽ അദ്ദേഹത്തിന് പാർക്കിൻസൺ രോഗം പിടിപെട്ടു. അപ്പോൾ എന്താണോ MBR ആയിരുന്നത് അതിൻ്റെ ഒരു 10% 5% അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റി കുറഞ്ഞു. MBRൻ്റെ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നെയ്യാറ്റിൻകരയിൽ കണ്ട MBRൻ്റെ നാളെ കാലത്ത് നോക്കുമ്പോൾ നെടുങ്കണ്ടത്തായിരിക്കും. അവിടെ നേരെ പയ്യന്നൂർ, പിറ്റേ ദിവസം കായംകുളം, അങ്ങനെയുള്ള പ്രോഗ്രാമാണ്. MBRൻ്റെ പ്രോഗ്രാം പോലെ എന്നൊരു ചൊല്ല് ഞങ്ങളുടെ ഇടയിലുണ്ട്. എന്ന് പറഞ്ഞാൽ എവിടെയാണെന്നൊരു പറക്കാണ്. അപ്പം അങ്ങനെയുള്ള MBR ഇരിപ്പായി. അപ്പം അത് പലരും ആ അവസരം, രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ, രാഷ്ട്രീയ മാറ്റത്തിന് അവരാഗ്രഹിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിലേക്കുള്ളൊരു മാർഗമായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ 2010 ഒക്കെ ആയപ്പോഴേക്കും അദ്ദേഹം വളരെ അവശനായി. ആ കാലഘട്ടത്തിൽ CMPയുടെ പല നേതാക്കളും CPMലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അല്ലാതെ സദാ ഞാൻ പറഞ്ഞത് 2011 MBRനെ മത്സരിപ്പിക്കണം എന്ന് ഒരു സെറ്റ് ആളുകൾ
വാശി പിടിച്ചു. ഞാനതിൽ വാശി പിടിച്ച ആളല്ല, എന്നെ വയ്യ അദ്ദേഹത്തിനും അത് മത്സരിക്കണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായി. പിന്നെ അതിന് ആരും എതിർക്കില്ലല്ലോ. അതെ, അദ്ദേഹം തന്നെയാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. MBR നെന്മാറ, CP ജോൺ കുന്നംകുളം, MK കണ്ണൻ ധർമ്മടം എന്ന് പറഞ്ഞപ്പോൾ MK കണ്ണൻ അത് പറ്റില്ല എന്ന് പറഞ്ഞു. നെന്മാറയാണ് MK കണ്ണൻ്റെ പേര് ചർച്ച ചെയ്തത്. അങ്ങനെ അദ്ദേഹം പിന്മാറിയപ്പോൾ അവിടെ ചൂരായി ചന്ദ്രനെ പ്രഖ്യാപിച്ചു. പിന്നീട് മണ്ഡലം മാറി വികാസ് ചക്രവാണിയാണ് നാട്ടികയിൽ 11 മത്സരിച്ചത്. 11 പരാജയം വളരെ കഷ്ടമായി പോയി. അദ്ദേഹത്തിന് ഇലക്ഷൻ വർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാനിപ്പുറത്ത് മത്സരിക്കുകയാണല്ലോ കുന്നംകുളത്ത്, അദ്ദേഹം അപ്പുറത്ത് മത്സരിക്കുന്നു. ഒരേ പാർലമെൻറ്റിലാണ്, 2 ജില്ലയാണെങ്കിലും. ആ പരാജയത്തിന് ശേഷം അദ്ദേഹം വളരെ നിരാശനായി. ഒന്ന് പരാജയപ്പെട്ടതിലും അങ്ങനെ ഒരുപാട് നിരാശകൾ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് കൂടെ നിന്ന പലരും മുന്നണി മാറാം എന്നൊരു ചർച്ച കൊണ്ടുവന്നു. അപ്പോൾ അതൊരു ഗൗരവമായ ചർച്ചയാണല്ലോ. സത്യത്തിൽ മുന്നണി മാറ്റം അല്ലായിരുന്നു, CPM-ൽ ചേരലായിരുന്നു ലക്ഷ്യം. UDF അധികാരത്തിലെത്തി. അപ്പം ഞാനടക്കം നിരവധി ആളുകൾ ഗവൺമെൻറ്റിൻ്റെ പല പോസ്റ്റുകളിൽ, ഞാൻ പ്ലാനിംഗ് ബോർഡിൽ 2ാം പ്രാവശ്യം പല പോസ്റ്റുകളിലും വന്നു. അപ്പം മുന്നണി മാറ്റം എന്നത് ഒരു ചർച്ച പോലെ ഇങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു മുന്നണി മാറാൻ പറ്റില്ല. അപ്പം ഞാൻ ഡൈവേർട്ട് ചെയ്യാം. പിണറായി വിജയൻ ഇവരോട് പറഞ്ഞു, മുന്നണി വിട്ടവർ മുന്നണി വരിക, പാർട്ടി വിട്ടവർ പാർട്ടിയിൽ വരിക. കൃത്യമല്ലേ? അതെ. എന്നോടും പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ മകളുടെ കല്യാണം ക്ഷണിക്കാനായിട്ട് പോയ സമയത്ത് ഞാൻ ചോദിച്ചത്, എന്താണ് നിങ്ങളുടെ ലൈൻ? ഇങ്ങനെയൊക്കെ ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ ആ ലൈനിലില്ലല്ലോ. അപ്പോൾ ഇവർ വളരെ ചിരിച്ചുകൊണ്ട്, മുന്നണി വിട്ടവർ മുന്നണിയിൽ വരിക, പാർട്ടി വിട്ടവർ പാർട്ടി. എനിക്ക് നേരത്തെ അറിയായിരുന്നു. അപ്പം ഞാൻ ഇവരോടെല്ലാം പറഞ്ഞു, CPM-ലേക്കാണ് ചേരേണ്ടത്. ഈ പാർട്ടിയിൽ എല്ലാവരും അങ്ങ് ചേർന്നാലും ഞാനില്ല. കാരണം ഇതെല്ലാം ഈ പാർട്ടി ഉണ്ടാക്കണമായിരുന്നു. അപ്പം നിങ്ങൾ ചോദിച്ചില്ലേ പാർട്ടി ഉണ്ടാക്കുന്നവരുടെ വിഷമാണോ എന്ന്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ വിഷമമാണ്, എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ, ഇതിന് പൈസയൊന്നും കൊടുക്കണ്ട താഴത്തേക്ക്. ഏറ്റവും വിഷമമുള്ള പണി അതാ. വലിയ പാർട്ടിക്ക് വലിയ തുക, ചെറിയ പാർട്ടിക്ക് ചെറിയ തുക, താഴെ ഘടകങ്ങൾക്ക് പണം കൊടുക്കലാണ് ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ലേ? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ലല്ലോ. അവർക്ക് പിരിവ് എടുത്ത് അവരുടെ കാര്യം ചെയ്യാം. ഇങ്ങോട്ട് വരാമല്ലോ. അതെ. ഇപ്പം തന്നെ ഞാനിപ്പോൾ ഇലക്ഷൻ ഫണ്ട് കളക്ട് ചെയ്യാൻ പാർട്ടി സഹകളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? എല്ലാ പാർട്ടി മെമ്പർമാരും, ഇത് പാർട്ടി മെമ്പർമാരുടെ പാർട്ടിയാണ്, 1000-2000 രൂപ നിങ്ങൾക്ക് വയ്യെങ്കിൽ കടമെടുക്കുക. 2000 രൂപ കടം കിട്ടാമല്ലോ, ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു 2000 രൂപ വീതം 5000 ആളുടെ 1 കോടി രൂപയായി അല്ലേ? അതെ. അപ്പം നിങ്ങൾ പാർട്ടി സംഘടന ഉണ്ടാക്കിയാൽ പാർട്ടി നടത്താം. അപ്പോൾ നല്ലൊരു ട്രെയിൻ നമ്മൾ വാങ്ങിച്ചു, സാങ്കല്പികമായിട്ട്. റെയിലിലേക്ക് ഓടുമോ? ഇല്ല. റെയിലാണ് പ്രധാനം. അതിൽ വന്ദേ ഭാരത് ഓടിക്കാം, ലോക്കൽ ഓടിക്കാം, രാജധാനി ഓടിക്കാം. അതിനൊക്കെ വെവ്വേറെ റെയിലുണ്ടോ? മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ റെയിലിട്ടാൽ, റെയിലെന്ന് പറഞ്ഞ പാർട്ടി സംഘടനയാണ്, അതിലെല്ലാ വണ്ടിയും പോവും. അപ്പോൾ CMP എന്തുകൊണ്ട് നടക്കണമെന്ന് ചോദിച്ചാൽ, CMPക്ക് ഒരു സംഘടനയുണ്ട്, 10,000 മെമ്പർമാരുണ്ട്, പൊതുജന സംഘടനകളുണ്ട്. അവരൊക്കെ ചെറിയ ചെറിയ സംഭാവന തന്ന സംഗതി കഴിഞ്ഞു. അതിന് പകരം എല്ലാവർക്കും അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വന്നാലോ? വിഷമമായി. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നതിൻ്റെ മറ്റൊരു സൗകര്യം എന്താണെന്ന് പറഞ്ഞാൽ, അതിന് നിയതമായൊരു രാഷ്ട്രീയ പ്രമേയമുണ്ട്.
ഈ നേതാവിന് വേറെ ഒരു പണിയില്ല, ഈ പ്രമേയം നടപ്പാക്കല. ഈ പ്രമേയം നടപ്പാക്കാൻ വയ്യെങ്കിൽ ആ നേതാവ് അങ്ങ് മാറിയാൽ മതി. മനസ്സിലായോ? മനസ്സിലായി. എന്നിട്ട് വേറെ പ്രമേയം അംഗീകരിക്കുമ്പോൾ അതിന് നേതാവ് വേറെ വരും. അപ്പം നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ആൻസറാണ് ഞാൻ പറയുന്നത്. ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പാർട്ടി കോൺഗ്രസ് 3 നടത്തി, 9, 10, 11. ഈ പാർട്ടി കോൺഗ്രസ്സുകളിൽ രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട്. അതൊരു 2 പേജുള്ളതല്ല, 10-75 പേജുള്ളൊരു പുസ്തകമാണ്. അതിൽ പറഞ്ഞ കാര്യം നടപ്പാക്കാനാണ് ഈ കമ്മിറ്റി കൂടേണ്ടത്. അത് കമ്മിറ്റി വെറുതെ രസത്തിന് കൂടുകയല്ല, അതിനെയാണ് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയം നടത്താൻ വേണ്ടിയിട്ടുള്ള സംഘടനാ പ്രവർത്തനം, അതിനാണ് ഫണ്ട്, അതിനാണ് സമ്മേളനം, അതിനാണ് ബഹുജന സംഘടന. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശൈലി. ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സെറ്റ് ആളുകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ അത് വലുതാക്കണോ, 1 ലക്ഷം വോട്ട് കിട്ടും, അത് ഡിഫറെൻറ്റ് പോയിന്റ്. ജനങ്ങൾ ചെയ്താലേ പറ്റുള്ളൂ അല്ലേ? ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ വോട്ട് വരും, പുറയും, കൂടും. ഇപ്പം ബംഗാളിൽ വോട്ട് വല്ലതും ഉണ്ടോ? എന്നുകൊണ്ട് അവർ പിരിച്ചുവിട്ടിട്ടൊന്നുമില്ല. ബംഗാളിലെ CPM പിരിച്ചുവിട്ടതായിട്ട് ആരും പറഞ്ഞോ? പോകേണ്ടവർക്ക് പോവാം. വിമൻ ബാസു ഇപ്പോഴും അവിടെ ഉണ്ട് അല്ലേ? ആളുകൾ വരുന്നു പ്രതീക്ഷിച്ച്. അതെ, അദ്ദേഹം അവിടെ നിൽക്കല്ലേ. അതേ പോളിറ്റ് ബ്യൂറോ ഒന്ന് മാറി. എനിക്കൊന്ന് കാണണമെന്നുണ്ട് ഇനി പോകുമ്പോൾ. അതേപോലെ ഇപ്പോൾ ഈയിടെ ഞങ്ങളുടെ പാർട്ടിയായിട്ട് സഹകരിക്കുന്ന പാർട്ടി ഫോർ ഡെമോക്രാറ്റിക് സോഷ്യലിസം, സമീർ പുതുതുണ്ട, ജ്യോതിബാസുവിൻ്റെ വലം കൈയായിരുന്നു, 24 പർഗാനാസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അവരാ പാർട്ടി നടത്തിയില്ലേ സൈഫുദ്ദീൻ ചൗധരി മരിച്ചതിന് ശേഷവും. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ആ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ബോഡി പിന്നെ മോർച്ചറിയിൽ കൊടുക്കുകയാണ് ചെയ്തത്. മീനിങ് ഈ മെഡിക്കൽ കോളേജിൽ നടന്നിട്ടാണ്, 5 കിലോമീറ്റർ നടന്നു. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുക എന്നുള്ളതിൽ വ്യക്തതയുണ്ടെങ്കിൽ നടത്താം. പാർട്ടി വലുതാവുന്നതും ചെറുതാവുന്നതും പ്രശ്നമല്ല. വ്യക്തതയില്ലെങ്കിൽ ചെറിയ പാർട്ടി നടത്താൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അതിൽ ഈ പറയുന്ന വലിയ ത്യാഗമൊന്നുമില്ല. നമ്മൾ ഒന്നാമത് ഈ സ്വയം ത്യാഗികളാന്ന് പറയുന്നതിന് പരമബോറ. പിന്നെ മുൻകാല പൂർവ്വസൂരികളായ കമ്മ്യൂണിസ്റ്റുകാർ സഹിച്ച ത്യാഗത്തിൻ്റെ .0001% ഇപ്പോൾ സഹിക്കണോ? MVR ഒരിക്കൽ പറഞ്ഞു ജയിലിൽ പോകണോ? വേണ്ട. ഇപ്പം കട്ടിട്ടാണ് ജയിലിൽ പോണത്. ലോക്കപ്പ് മർദ്ദനമുണ്ടോ? ലോക്കപ്പ് മർദ്ദനമില്ല. MVRന്റെ പ്രസംഗ ശൈലി തന്നെ അതായിരുന്നല്ലോ, ചോദ്യം ഉത്തരം. ലോക്കപ്പ് മർദ്ദനമില്ല. പിന്നെ നാട്ടിലൊരു 5 പൈസയില്ല, ഒന്ന് അടക്കണം, വാഹന സൗകര്യമില്ല, റോഡില്ല, യാത്രാ സൗകര്യമില്ല, താമസ സൗകര്യമില്ല, വസ്ത്രം കിട്ടാനില്ല. ആ സാഹചര്യം ലോകത്താകെ മാറി, കേരളത്തിൽ ഒക്കെ മാറിയില്ലേ? അപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് ഒരു മധ്യവർഗത്തിലുള്ള ആളെ പോലെ ജീവിക്കുക. താഴെ പോകണമെന്ന് ഞാൻ പറയില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പരമദരിദ്രനെ പോലെ ജീവിക്കണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ അങ്ങനെ ജീവിക്കുന്ന CMPക്കാരെ ശകാരിക്കുകയും ചെയ്യുക. അവരുടെ കാര്യത്തിൽ ഇടപെടും. അവർക്കൊരു ജോലി എന്നുവെച്ചാൽ ഏതെങ്കിലും അവർക്കൊരു വരുമാന മാർഗം അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അല്ല അവനിങ്ങനെ വളരെ പട്ടിണി കിടക്കാൻ പറ്റുമോ? എന്നാൽ സമ്പന്നനാവുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമല്ല. എനിക്ക് അങ്ങനെ സമ്പന്നരോട് വിരോധമൊന്നുമില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സമ്പന്നരാകുന്നവരോട് പുച്ഛമാണ്. അതിന് ഈ പാർട്ടിയുടെ ആവശ്യമില്ലല്ലോ. സമ്പന്നർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരാം, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സമ്പന്നരാകുന്നത് അത്ര എനിക്ക് യോജിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ മക്കളൊക്കെ ബിസിനസ്സിന് പോയി. എന്തിന്? അവർക്ക് പഠിച്ചാൽ പോരെ. ഈ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ എന്തെങ്കിലും ആവട്ടെ, അവരെല്ലാം വലിയ വലിയ കമ്പനി തുടങ്ങി. ആ കാര്യത്തിൽ ഇപ്പോൾ ഈ വീണ വിജയൻ്റെ പ്രശ്നം വന്നപ്പോൾ എനിക്ക് കടുത്ത അഭിപ്രായ വ്യത്യാസമാണ് ഉള്ളതിൽ. അവരൊരു കമ്പനിയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. കമ്പനി ഉണ്ടാക്കുന്നതിന് എതിരൊന്നുമല്ല, പക്ഷെ അതിന് ഗവൺമെൻറ്റിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുക എന്നത് അഴിമതിയാണ്. അല്ല, ഈ തലമുറ അവരുടെ പിതാവിൻ്റെ സുഹൃത്തുക്കളായി കാണുന്നത് നമ്മുടെ യൂസഫ് അലി, എൻ്റെ പിള്ളയൊക്കെ അല്ലേ. അപ്പോൾ അവരായി തീരാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വരുമല്ലോ. സ്വയമനെ ഇന്നത്തെ ഏറ്റവും വലിയ സമ്പന്നനേക്കാളും സമ്പന്നനായിരുന്നു EMS നമ്പൂതിരിപ്പാട്.
ആ കാലത്ത്. 1000 പറ നെല്ലെന്നൊക്കെ കേട്ടിട്ടുണ്ട്. കേട്ടതൊന്നുമല്ല, അതിനേക്കാളും വലുതാ. ഞാൻ ആ നാട്ടിൽ തന്നെ വരുന്നത്, കുന്നംകുളം. 15 കിലോമീറ്ററല്ലേ ഉള്ളൂ പട്ടാമ്പിക്ക്. പിന്നെ കുറച്ചും കൂടെ പോകണം, ഏലാംകുളം. അദ്ദേഹത്തിൻ്റെ അത്ര സമ്പന്നനായ ആരെങ്കിലുണ്ടായിരുന്നു. അപ്പം സമ്പത്തും സമ്പന്നതയും ഉപേക്ഷിക്കണം. ഈ സമ്പത്ത് ഉപേക്ഷിച്ചുകൊണ്ട് സമ്പന്നത പോയില്ല. ബോധം മുഴുവൻ ജന്മിയുടെ ബോധമാണ്. ഞാൻ EMS കർശനമായി വിമർശിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിനെ പോലെ ഇത് ഉപേക്ഷിച്ച ആരെങ്കിലും ഉണ്ടോ? ഒരു സാധാരണ ഷർട്ടും മുണ്ടെടുത്ത് അദ്ദേഹം ജീവിക്കല്ലേ. അപ്പം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പണമുണ്ടാക്കുക എന്നതൊരു അശ്ലീലമാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ജീവിക്കണം, അവർക്കൊരു ജോലി വേണം, അവരുടെ ഭാര്യയ്ക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ ഒരു കുട്ടികളെപ്പോൾ ഒരു മാസം 1 ലക്ഷം രൂപ കൊടുക്കുന്ന ഫീസിലെടുത്തൊന്നും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. വേണോ ഇന്റർനാഷണൽ എന്നാലും നല്ലൊരു വിദ്യാഭ്യാസം എന്തിന്? എന്നിട്ട് അവിടെ പഠിച്ചവരൊക്കെ ഐൻസ്റ്റീൻമാരായോ? ഇല്ലല്ലോ. അത് സമ്പന്നതയുടെ ലക്ഷണമാണത്. ഒന്നാമത് സമ്പന്നർ പഠിക്കില്ല. നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടോ അത്? ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നൻ്റെ മകനാണോ ഏറ്റവും മിടുക്കൻ? സമ്പത്തും പഠനവും തമ്മിൽ ഒരു ബന്ധമില്ല. ഇപ്പോഴത് സ്വയംവര ആലോചിച്ചത്. കേരളത്തിൽ എത്ര സമ്പന്നരുണ്ട് അല്ലേ? അവരുടെ മക്കൾ ആരെങ്കിലും ഫസ്റ്റ് റാങ്ക് വാങ്ങിയിട്ടുണ്ടോ? ചിലർ മേടിക്കുന്നു, അത് വേറെ അല്ല, അപൂർവമില്ല എന്നല്ല ഞാൻ പറയുന്നത്. പൊതുവിൽ ഹൈ എൻഡ് ആയിട്ടുള്ള ആൾക്കാർ അക്കാഡമിക്കായിട്ട് വളരെ കേമന്മാരല്ല. നമ്മുടെ സയൻറ്റിസ്റ്റുകളുടെയും നോബൽ ലോറേറ്റുകളുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെ അതാത് സ്ഥലത്ത് സമ്പന്നരാ. ആ മാനദണ്ഡം ഇവിടെ അപ്ലിക്കബിൾ അല്ല. സമ്പത്തിന്റെ ഒരു മാനദണ്ഡം പറഞ്ഞു അല്ല. അപ്പം പഠിക്കാൻ വേണ്ടി 1 ലക്ഷം കൊടുക്കണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അത് കേൾക്കുന്നവർക്ക് ഒരു എഡ്യൂക്കേഷൻ. അതെ അതെ. എൻ്റെ കുട്ടികൾ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. നമ്മുടെ കോട്ടറങ്ങലിൽ പ്രൈമറിയൊക്കെ അന്ന് വളരെ ശോച്യമാണ്. അപ്പം എൻ്റെ ഭാര്യയുടെ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ട് അതിൽ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ ഓഫീസിൽ ജീവനക്കാരും തന്നെ അവിടെ കുട്ടികളെ വിടുന്നില്ല. വേണ്ട, ഇവിടെ ഉണ്ട്, അവർക്ക് വേണ്ട, പിന്നെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. പക്ഷെ അവർ സാമാന്യമായി ഇൻ്റർനാഷണലായിട്ടുള്ള നല്ല സ്ഥാപനങ്ങളിൽ അവർ പഠിച്ചു, ജോലി ചെയ്തു. സ്വയമന അറിയാലോ, ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള സ്ഥലത്ത് സ്കോളർഷിപ്പോട് കൂടി. ഇപ്പോഴും എൻ്റെ 2ാമത്തെ മകൾ പഠിക്കുകയാണ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ. പഠിക്കാൻ മീൻസ് PhD കഴിഞ്ഞു. നല്ല സ്കോളർഷിപ്പ് കിട്ടി. എനിക്കറിയ പോലും ഇല്ല എവിടെ പോയെന്ന്. എന്നോട് വിളിച്ച് പറഞ്ഞിങ്ങനെ, അപ്പോൾ ഐ ഗോട്ട് ഇൻ ടു CEU. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തായി CEU? സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി. ആയിക്കോട്ടെ, നല്ല കാര്യം. അവരെയൊക്കെ നമ്മൾ ഈ കുട്ടികളെ, ഞാനിപ്പോൾ ഇതൊരു വ്യക്തിപരമായതായതുകൊണ്ട് പറയണം, ആസ് എ പാരൻറ്റ്, കുട്ടികളെ പഠിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. കുട്ടികളെ പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, അവരെ പഠിക്കാൻ പഠിപ്പിക്കണം. പണ്ടൊരു ചൊല്ലുണ്ടല്ലോ ചൈനീസിൽ, നിങ്ങൾ മീൻ കൊടുക്കരുത്, മീൻ പിടിക്കാൻ പഠിപ്പിക്കണമെന്ന്. അവരെ പഠിക്കാൻ പഠിപ്പിക്കുക, അപ്പോൾ അവർ പഠിച്ചോളും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വഴിതെറ്റിപ്പോയതാണ്. CPMൻ്റെ നേതൃത്വത്തിൻ്റെ ജീവിതശൈലിയിൽ പലർക്കും ഗുരുതരമായ പാളിച്ചകളുണ്ടായി. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറയുന്നൊരു കാര്യമാണ്, പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ. നിങ്ങളുടെ എല്ലാ പേഴ്സണൽ ബിഹേവിയറും, എല്ലാ പേഴ്സണൽ കാര്യങ്ങളും പൊളിറ്റിക്കലുമാണ്, സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ്. ഇത്രയല്ലേ വേണ്ടു. അതെ. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം തുടരുന്നു. ഞാനൊരു ഇടത്തരക്കാരനെ പോലെ ജീവിക്കുന്നു. എൻ്റെ വൈഫ് ജോലി ചെയ്തിരുന്നു ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ. നമ്മളുള്ളപ്പോഴാണ് ജോലി കിട്ടിയത്. അഡ്വക്കേറ്റ് ആയിരുന്നു. ഞാനും ടെക്നിക്കലി അഡ്വക്കേറ്റാണ്. കോടതിയിൽ പോയിരുന്നു. ഈ MVRനെ പുറത്താക്കിയതിൻ്റെ പിറ്റേ ദിവസം തൊട്ടാണ് പോകാത്തത്. പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കേസ് വാദിക്കുകയും കേസ് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ പ്രാക്ടീസൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ CMP എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണ്. UDFൽ CMP ഒരു അവിഭാജ്യ ഘടകമായിട്ട് നിൽക്കുന്നു. പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മർദ്ദിക്കപ്പെട്ടതും ആക്രമിക്കപ്പെട്ടതും കോൺഗ്രസുമായി കൂട്ടുചേർന്നതുകൊണ്ട് കൂടിയാണ്.
പക്ഷെ കോൺഗ്രസുമായി കൂട്ടുചേരാതെയും ചന്ദ്രശേഖരനെ കൊന്നു. അതെ. ഇത് ചിലർ പറയുന്നത് നിങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെ കൂടിയില്ലേ? അപ്പം ഞാൻ ചോദിച്ചു, ചന്ദ്രശേഖരൻ കോൺഗ്രസിൻ്റെ കൂടെ കൂടിയോ? അതുകൊണ്ടല്ലേ കൊന്നത്. അപ്പോൾ അവർക്ക് കൊല്ലണം തീരുമാനിച്ചാൽ കൊല്ലും, അതിനൊരു കാരണം കണ്ടുപിടിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് CMP എന്ന പാർട്ടി ഒരു നവചിന്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ആശയങ്ങളെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമല്ല, എന്നാൽ അത് സ്റ്റാലിനിസ്റ്റ് വിരുദ്ധമാണ്. സ്റ്റാലിൻ എന്ന വ്യക്തിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല എന്ന ആശയം, പിന്നെ അവരെ നശിപ്പിക്കുക, ആശയത്തിനെതിരാണ്. അതാണ് ഞങ്ങൾ ന്യൂ തിങ്കിങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടി. ഇപ്പോൾ ഞങ്ങൾക്ക് പല സംസ്ഥാനങ്ങളിലും ഈ കോൺഫെഡറേഷൻ പാർട്ടികളുണ്ടായി. ഇനി നിങ്ങൾ എൻ്റെ ഈയിടെ ഏറ്റവും അവസാനത്തെ വിസ്മയം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ VD സതീശൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് വിസ്മയം, ആന്ധ്രാപ്രദേശിലെ കടപ്പ എന്നുള്ള ഡിസ്ട്രിക്റ്റിൽ ഒരു CMP യൂണിറ്റ് ഉണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു 8 ജില്ലകളിൽ നിന്ന് ആൾക്കാർ കൂടുന്നുണ്ട് കഴിഞ്ഞ 8-ാം തീയതി, ഈ ഫെബ്രുവരി 8-ന്. അപ്പോൾ കാസർഗോഡുള്ള ഞങ്ങളുടെ യുവജന ഫെഡറേഷൻ്റെ പ്രസിഡന്റ് വിനോദിനെ വിട്ടു, രാജൻ എന്ന് പറഞ്ഞൊരു സീനിയർ ലീഡറും കൂടെ പോയി. അവരുടെ പരിഭാഷക്കാരെയൊക്കെ അവരെ സംഘടിപ്പിച്ചു, തെലുങ്ക്. അവിടെ ചെന്നിട്ട് അവരെന്നെ വിളിച്ച് പറയാണ്, 8 ജില്ലക്കാർ വരുന്നു പറഞ്ഞിട്ട് 5 ജില്ലക്കാരെ വന്നുള്ളൂ. ഞാൻ 5 വരട്ടെ. അപ്പോൾ അവർ 5 ജില്ലക്കാർ കൂടി ഒരു കൗൺസിലൊക്കെ ഉണ്ടാക്കി, CMP എന്ന് പറഞ്ഞു. ഇപ്പം മിനിഞ്ഞാന്ന് ചേർന്ന കമ്മിറ്റിയിൽ അതിൻ്റെ കൺവീനറെ നമ്മളിപ്പോൾ കമ്മിറ്റിയിലെടുത്തു. ഇനിയിപ്പോൾ തെലുങ്ക് പഠിച്ച ഒരാളെയും കൂടെ ഉണ്ടെങ്കിലേ കമ്മിറ്റി കൂടാൻ പറ്റുള്ളൂ. അപ്പോൾ CMP അങ്ങനെ വളരുന്നു എന്ന് പറയല്ല, എന്നാലും ഈ തെരഞ്ഞെടുപ്പ് CMPക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ഒരു കാലഘട്ടം അങ്ങ് പ്രേക്ഷകർക്ക് മുന്നിൽ കൃത്യമായി വരച്ചിട്ടു. താങ്ക് യു. എന്നെ ഇത്തരം എന്താ പറയുക, വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നാത്ത കാര്യങ്ങൾ പോലും ചോദിക്കുകയും ചരിത്രത്തിലേക്കൊന്ന് തിരിച്ച് നടത്തുകയും ചെയ്ത സ്വയംവന് പ്രത്യേകം നന്ദി. താങ്ക് യു. നമസ്കാരം.